ഓക്കെ ഓക്കെ. ഇന്റർനാഷണൽ റിലേഷൻസിൽ ഇന്ത്യൻ ഫോറിൻ പോളിസിക്ക് ഒരു ഭയങ്കരമായ വെയിറ്റേജ് ഒന്നും കൊടുത്തിട്ടില്ല എന്നതാണ് ഞാൻ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത്. ഓക്കെ, അപ്പൊ നമുക്ക് വന്നിട്ടുള്ള ക്വസ്റ്റ്യനുകൾ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിന്റെ ഒരു ഐഡിയ മനസ്സിലാവും എങ്ങനെയാണ് കാര്യങ്ങൾ. ഓക്കെ, അപ്പൊ നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കാം. ഞാൻ ഇത് നോക്കുമ്പോൾ ഉള്ള ആൾക്കാർ ഇതിന് റിപ്ലൈ തന്നാൽ കുറച്ചുകൂടെ നന്നായിരിക്കും. ഓക്കെ, അറിയാവുന്നതാണെങ്കിൽ. ഓക്കെ, ദ കൺട്രി വിച്ച് ലീസ് ദ ഹമ്പന്തോട്ട ഇന്റർനാഷണൽ പോർട്ട് ടു ചൈന. ഏത് രാജ്യമാണ് ഹമ്പന്തോട്ട ഇന്റർനാഷണൽ പോർട്ട് ചൈനയ്ക്ക് ലീസിന് കൊടുത്തത്? ഏത് രാജ്യമാണ് ഹമ്പന്തോട്ട പോർട്ട് ചൈനയ്ക്ക് ലീസിന് കൊടുത്തത്? ശ്രീലങ്ക അല്ലേ, നമ്മൾ പഠിച്ചിരുന്നു. അതായത് സ്ട്രിംഗ് ഓഫ് പേൾസ് സ്ട്രാറ്റജിയുടെ പ്രകാരം ശ്രീലങ്കയാണ്, അതല്ലെങ്കിൽ ശ്രീലങ്കയെ അകമഴിഞ്ഞ് സഹായിക്കുകയും അതിന്റെ ഭാഗമായിട്ട് ഈ പറയുന്ന ഹമ്പന്തോട്ട പോർട്ട് ലീസിനെടുക്കുകയും 99 വർഷത്തേക്കാണ് കേട്ടോ. അതായത് 99 വർഷത്തേക്കാണ് ഹമ്പന്തോട്ട പോർട്ട് ലീസിനെടുത്തേക്കുന്നത്. ഓക്കെ, ഹൂ സെഡ് മാർക്കറ്റ് ഇൻ ചൈന ഇസ് ലൈക്ക് എ ബേർഡ് ഇൻ കേജ്. നമ്മൾ പഠിച്ചതല്ല, പക്ഷെ ഇതിന്റെ ഈ ക്വസ്റ്റിന്റെ ബേസിക് ഐഡിയ ഞാൻ പറഞ്ഞുതരാം. ഈ ചൈനയില് നമുക്കറിയാം, ചൈന ഒരു കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രമാണെന്നൊക്കെ നമുക്കറിയാലേ. പക്ഷെ ചൈനയുടെ ഈ പറയുന്ന ഒരു എക്കണോമിക് പോളിസീസും എല്ലാം ഒരു കാലഘട്ടം, ഒരു 1970s തൊട്ട് മാറുന്നുണ്ട്. അവർ കുറച്ചുകൂടെ അവരുടെ ഈ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളിൽ നിന്നൊക്കെ ഒന്ന് വഴിമാറി ഒന്ന് മാർക്കറ്റ് ഒക്കെ ഓപ്പൺ ആക്കി കൊടുക്കാൻ തുടങ്ങി. അതൊരു പ്രധാനപ്പെട്ട നേതാവ് വന്ന ടൈമിലായിരുന്നു ഈ കാര്യങ്ങളെല്ലാം ചെയ്തത്. ഓക്കെ, അപ്പം ഈ മാർക്കറ്റ് ഇൻ ചൈന ഇസ് ലൈക്ക് എ ബേർഡ് ഇൻ കേജ് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് അതായത് ഒരു കൂട്ടിലടച്ചിട്ട ഒരു പക്ഷിയാണ് ചൈനയിലെ മാർക്കറ്റ് എന്ന് പറയുന്നത്. അതിന് പുറത്തേക്ക് വിട്ടാൽ മാത്രമേ അതിന് സ്വൈര്യ വിഹാരത്തിലൂടെ പറന്ന് അതിന് വേണ്ടപ്പെട്ട കാര്യങ്ങളെല്ലാം നേടിയെടുക്കാൻ കഴിയത്തുള്ളൂ. ഓക്കെ, അപ്പം അങ്ങനെ ഒരു കോട്ട് പറഞ്ഞ, അല്ലെങ്കിൽ ഈ പറയുന്ന ചൈനയിൽ ഒരു എക്കണോമിക് റിഫോംസിന് തുടക്കമിട്ട നേതാവിന്റെ പേരാണ് ഡെങ് ഷിയാങ്. ഓക്കെ, ഡെങ് ഷിയാങ് എന്ന് പറയുന്ന ചൈനയിലെ ഒരു നേതാവാണ് ഈ പറയുന്ന എക്കണോമിക് റിഫോംസിന് തുടക്കമിടുന്നത്. ഓക്കെ, to counter China's dominance, trade ministers of India, Japan, Australia launched SCRI. What is SCRI? Okay, SCRIയുടെ ഫുൾ ഫോം ആണ് ചോദിക്കുന്നത്. ഇത് നമ്മൾ പഠിച്ചതല്ല. ഇത് ഇത് യൂഷ്വലി ചോദിക്കുന്ന ഒരു ചോദ്യമല്ല, ജസ്റ്റ് പുറത്തുനിന്നൊരു ചോദ്യമാണ്. അപ്പൊ നമുക്ക് ഇതിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് സപ്ലൈ ചെയിൻ റിസൈലൻസ് ഇനിഷ്യേറ്റീവ് എന്നാണ് കേട്ടോ. നമുക്ക് ഇതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ ഞാൻ വേറെ ഒരു പോയിന്റ് വെച്ചിട്ടുണ്ട്, നമുക്ക് ഡിസ്കസ് ചെയ്യാം. ജസ്റ്റ് ഇപ്പം തൽക്കാലം നോക്കാം. SCR എന്ന് എഴുതിയാലും കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കുക. അതിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് സപ്ലൈ ചെയിൻ റിസൈലൻസ് ഇനിഷ്യേറ്റീവ് എന്നാണ്. ഓക്കെ, in the changed world scenario, non-alignment in its traditional form has limited relevance. Reason: India is an emerging economic power in the world. Okay, ഇതിനകത്ത് ഈ ഓപ്ഷൻസ് ഒന്ന് നോക്കിയിട്ട് പറയാൻ പറ്റുമോ ഇതിന്റെ ഉത്തരം എന്താണ്? ഓപ്ഷൻസ് ഒന്ന് നോക്കിയിട്ട് ഇതിന്റെ ഉത്തരം പറയാൻ പറ്റുമോ? വായിച്ചോട്ടൊന്ന് ജസ്റ്റ് ആരിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയേ. അസേഷനും റീസണും ആണ്. നിങ്ങളിപ്പം എന്തെങ്കിലും ക്വസ്റ്റ്യൻ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ ഒരു ഐഡിയ അറിയായിരിക്കും. അതായത് മുകളിൽ അസേർട്ട് ചെയ്യുന്ന കാര്യത്തിന് താഴെ കൊടുത്തിരിക്കുന്ന കാര്യം കറക്റ്റ് റീസൺ ആണോ എന്നാണ് ചോദിക്കുന്നത്. നമ്മൾ ഈ സെറ്റിന്റെ നെറ്റ് എക്സാമിനൊക്കെ സ്ഥിരം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യന്റെ പാറ്റേൺ ആണ് ഈ അസേർഷൻ ആൻഡ് റീസൺ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് ബോത്ത് ആർ ട്രൂ ബട്ട് ആർ ഇസ് നോട്ട് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ എന്നാണ്. ഓക്കെ, നോൺ അലൈൻമെന്റും എമർജിംഗ് എക്കണോമിക് പവറുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. ഇതിപ്പോ നമ്മൾ നോൺ അലൈൻഡ് അല്ലെങ്കിൽ നമ്മളിപ്പം വേറെ ഒരു സാമ്പത്തിക വേറൊരു ശക്തിയായിട്ട് അലൈൻഡ് ആയി, അല്ലെങ്കിൽ ഇപ്പം ഒരു ബേസിക്കലി ഇപ്പം ഈ നോൺ അലൈൻമെന്റ് എന്ന് പറയുന്ന കാര്യത്തിന് ഇന്നത്തെ ലോകത്തിൽ വലിയ പ്രസക്തി ഒന്നുമില്ല. കാരണം ഒരു 1991 ശേഷം, ഗ്ലോബലൈസേഷന് ശേഷം, അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയന്റെ ശിഥിലീകരണത്തിന് ശേഷം നോൺ അലൈൻമെന്റ് എന്ന് പറയുന്ന സംഭവം ഇപ്പോഴും ഒരു ഐഡിയ ആയിട്ട് നിൽക്കുന്നുണ്ടെന്നേ ഉള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന അന്നത്തെ നോൺ അലൈൻമെന്റ് രാജ്യങ്ങളുടെ കാര്യം തന്നെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും ഈ പറയുന്ന ഒന്നെങ്കിൽ കൊളോണിയലിസം കഴിഞ്ഞ് അല്ലെങ്കിൽ രാജഭരണം കഴിഞ്ഞ് ഒരുപാട് എക്സ്പ്ലോയിറ്റേഷൻ നേരിട്ട് വന്ന രാജ്യങ്ങളായിരുന്നു. അപ്പൊ ഇനി ആരുടെ അണ്ടറിൽ പോകാൻ പറ്റില്ല ഇനി, അല്ലെങ്കിൽ നമ്മുടെ സോവറിനിറ്റി നമുക്ക് തന്നെ വേണം, അത് വേറൊരാൾക്ക് തീരെഴുതി കൊടുക്കാൻ പറ്റില്ല എന്നൊരു ഐഡിയയിലാണ് നോൺ അലൈൻമെന്റ് മൂവ്മെന്റ് വരുന്നത്. ആ ഒരു ഐഡിയോളജീസ് ഒക്കെ ഉണ്ടെങ്കിലും ഇപ്പോഴത്തെ ഒരു കാലത്ത് എന്താണ് ഈ നോൺ അലൈൻമെന്റ് എന്ന് പറയുന്നത് ഒരു ലിമിറ്റഡ് റിലവൻസ് ഉള്ളൂ. ഇവർ പറയുന്ന പോലെ തന്നെ ലിമിറ്റഡ് റിലവൻസ് ആണുള്ളത്. ഓക്കെ, ഇതിന് വലിയ റിലവൻസ് ഒന്നുമില്ല. കാരണം എല്ലാ രാജ്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ട് സഹകരിച്ച് നിന്നാൽ മാത്രമാണ് ഇന്ത്യക്ക് തന്നെയാണെങ്കിൽ ഒരു വലിയ എക്കണോമിക് പവറായിട്ട് ഉയർന്നു വരാൻ പറ്റുന്നുള്ളൂ. ഇന്ത്യ ഇസ് എമർജിംഗ് എക്കണോമിക് പവർ, അത് കറക്റ്റ് ആണ്. ഓക്കെ, ഇന്ത്യ ഇസ് ആൻ എമർജിംഗ് എക്കണോമിക് പവർ
അപ്പൊ അതിന്റെ ഉത്തരം എന്ന് പറയുന്നത് both A and R are true, but R is not the correct explanation of A. Okay. The country which is employing the string of pearls strategy against India. ഇത് എന്താണ് പറയൂ? A ആണോ, B ആണോ, C ആണോ, D ആണോ? സ്ട്രിങ് ഓഫ് പേൾസ് നമ്മളിപ്പം കഴിഞ്ഞ ക്ലാസ് രാവിലത്തെ ക്ലാസ്സിൽ പഠിച്ചല്ലോ സ്ട്രിങ് ഓഫ് പേൾസ്. ഇതിന് ഉത്തരം ഏതാണ്? സ്ട്രിങ് ഓഫ് പേൾ സ്ട്രാറ്റജി ഉപയോഗിക്കുന്ന കാണുന്നില്ല എന്നാണോ? കാണുന്നില്ല. PPT കാണുന്നില്ല. സ്ക്രീൻ ബോർഡിലേക്ക് ഇപ്പൊ കാണുന്നുണ്ടോ? കാണുന്നുണ്ടോ? ഇപ്പൊ ഓക്കെ ആണോ? ഓക്കെ ഓക്കെ ഫൈൻ. ഓക്കെ. കാണുന്നില്ല. ബാക്കിയുള്ളവർക്ക് കാണുന്നുണ്ടോ? ബാക്കിയുള്ളവർക്ക് ബാക്കി ക്ലാസ്സിലുള്ള ആൾക്കാർക്ക് ഈ പറയുന്ന സ്ക്രീൻ ഞാൻ കാണുന്നുണ്ടോ? നമ്മളിപ്പോ 4ാമത്തെ ക്വസ്റ്റ്യൻ ആണ് നോക്കുന്നത്. അത് കാണാൻ കഴിയുന്നുണ്ടോ ബാക്കിയുള്ളവർക്ക്? 3 വരെ കാണാം. 3 വരെ കാണാം. ഞാനിപ്പം 4 എടുത്ത് വെച്ചിരിക്കുന്നത്, 4ാമത്തെ ക്വസ്റ്റ്യൻ. ബാക്കിയുള്ള അമൃത, മഞ്ജു കാണാൻ പറ്റുന്നുണ്ടോ ഈ ക്വസ്റ്റ്യൻ? 4ാമത്തെ ക്വസ്റ്റ്യൻ. അസേർഷൻ എ ഇൻ ദ ചേഞ്ച് പേൾ സിനാരിയോ, അത് എല്ലാവർക്കും ഉള്ള പ്രശ്നമാണോ? ഋഷിക്ക് മാത്രമുള്ള പ്രശ്നമാണോ? കാണാം. ഓക്കെ. കാണുന്നു. അത് എനിക്കൊന്ന് ഗിഷയുടെ ഫോണിലെ പ്രശ്നമാണെന്ന് തോന്നുന്നു. ഓക്കെ, കാണാം. ഓക്കെ ഓക്കെ, എന്തായാലും കണ്ടിന്യൂ ആണ്. എന്തായാലും ഞാൻ ഈ നോട്ട് എന്തായാലും അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. നിങ്ങൾ ജസ്റ്റ് കേട്ടിരിക്കുക. ഇപ്പൊ എന്തെങ്കിലും ഫോണിന് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ ജസ്റ്റ് കേട്ടിരിക്കുക. ഓക്കെ, അപ്പൊ നമ്മളത് പറഞ്ഞു. സ്ട്രിങ് ഓഫ് പേൾ സ്ട്രാറ്റജി ഉപയോഗിക്കുന്ന രാജ്യം ഏതാണ്? ചൈന അല്ലെ? ജോയിന്റ് ഡിഫൻസ് വെഞ്ചർ ഓഫ് ഇന്ത്യ ആൻഡ് റഷ്യ ഏതാണ്? ബാക്ക് ഫയർ, അഗ്നി 5 SS-20, ബ്രഹ്മോസ് ഏതാണ്? നമ്മൾ പഠിച്ചതാണ്. നമ്മുടെ ബ്രഹ്മപുത്ര നദിയും മോസ്കോ നദിയുടെ പേരുകൾ ചേർത്ത് ബ്രഹ്മോസ് എന്ന് പറഞ്ഞൊരു ഇന്റർപ്രറ്റിംഗ് മിസൈൽ ആണ് ബ്രഹ്മോസ്. ഓക്കെ, 6th വണ്ണിന്റെ ഉത്തരം. അടുത്തത് ആൻസർ ദ ഫോളോയിങ് ഇൻഡോ പാക് അഗ്രിമെന്റ്സ് ഇൻ ക്രോണോളജിക്കൽ ഓർഡർ എന്നാണ്. ഓക്കെ, ആഗ്ര അക്കോർഡ്, ലാഹോർ അഗ്രിമെന്റ്, താഷ്കന്റ് അഗ്രിമെന്റ്, ഷിംല അഗ്രിമെന്റ്. ഓക്കെ, ഇതിന് ഉത്തരം ഒന്ന് ആലോചിച്ചിട്ട് പറയുക. ആലോചിച്ചിട്ട് പറയാ. ഓക്കെ, ആരും പറയുന്നില്ലെങ്കിൽ ഞാൻ തന്നെ പറയേണ്ടി വരും. ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. എന്താണ് താഷ്കന്റ് അഗ്രിമെന്റ് ഏത് വാറിന് ശേഷമാണ് വരുന്നത്? താഷ്കന്റ് അഗ്രിമെന്റ് വരുന്നത്, താഷ്കന്റ് അഗ്രിമെന്റിന് ശേഷമാണ് ലാൽ ബഹദൂർ ശാസ്ത്രി മരണപ്പെടുന്നത് അല്ലെ, അല്ലെങ്കിൽ അപകടത്തിൽ കൊല്ലപ്പെടുന്നത് താഷ്കന്റ് അഗ്രിമെന്റിന് ശേഷമാണ്. ഓക്കെ, അപ്പം 1965 താഷ്കന്റ് അഗ്രിമെന്റ്. ഓക്കെ, ക്രോണോളജിക്കലി അറേഞ്ച് ചെയ്യാനാണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ആരാണ് വരുന്നത്? ഷിംല അഗ്രിമെന്റ് ആണ് വരുന്നത്. ഷിംല അഗ്രിമെന്റ് എന്തിനായിരുന്നു? ഷിംല അഗ്രിമെന്റ് വരുന്നത് ഇന്ദിരാഗാന്ധി ആയിട്ടാണ്. ഓക്കെ, ഇന്ദിരാഗാന്ധി ആയിട്ടാണ് ഷിംല അഗ്രിമെന്റ് വരുന്നത്. 19 ഓക്കെ 19 പെന്ന് വർക്കാവുന്നില്ല. ഓക്കെ, ഓക്കെ 1972 അതായത് ബംഗ്ലാദേശ് ലിബറേഷൻ വാറിന് ശേഷമാണ് ഷിംല അഗ്രിമെന്റ് വരുന്നത്. ലാഹോർ അഗ്രിമെന്റ് വരുന്നത് എന്താണ്? നമ്മുടെ ഈ ലാഹോർ ബസ് ഡിപ്ലോമസി ഒക്കെ പഠിച്ചിരുന്നു അല്ലെ, വാജ്പേയി പോയിട്ട്. അപ്പം ലാഹോർ അഗ്രിമെന്റ് കഴിഞ്ഞ് ഞാൻ പറഞ്ഞിരുന്നു, ലാഹോർ അഗ്രിമെന്റ് വന്നതിന് ശേഷം ഉടനെ പാകിസ്ഥാൻ എന്ത് ചെയ്തു? കാർഗിൽ അറ്റാക്ക് ചെയ്തു. അതായത് 2-3 മാസത്തിന് ശേഷം കാർഗിൽ അറ്റാക്ക് ചെയ്തു. അപ്പൊ ഇത് 1991 ആഗ്ര അക്കോർഡ് എന്ന് പറയുന്നത് ഈ കാർഗിൽ യുദ്ധത്തിനൊക്കെ ശേഷം ഒന്നുകൂടെ അവര് തമ്മിലുള്ള ബന്ധം ഒന്ന് മെച്ചപ്പെടുത്താൻ വേണ്ടിയാണ് ആഗ്ര അക്കോർഡ് വരുന്നത്. അത് വാജ്പേയിയുടെ കാലത്ത് തന്നെയാണ്, 2001. ഓക്കെ,
2001 അപ്പം താഷ്കന്റ് അഗ്രിമെന്റ്, ഷിംല അഗ്രിമെന്റ്, ലാഹോർ അഗ്രിമെന്റ്, ആഗ്ര അക്കോർഡ്. ഓക്കെ, അപ്പൊ അതാണ് അതിന്റെ ക്രോണോളജി. നിങ്ങൾ ഇങ്ങനെ തന്നെ ആലോചിച്ച് നോക്കുക. താഷ്കന്റ് അഗ്രിമെന്റ് എന്ന് പറയുമ്പോൾ ലാൽ ബഹദൂർ ശാസ്ത്രി മരിക്കും. താഷ്കന്റ് പോയിട്ട് വരുമ്പോഴാണ് ലാൽ ബഹദൂർ ശാസ്ത്രി മരിച്ചു പോകുന്നത്, അല്ല കൊല്ലപ്പെടുന്നത് 1965. ഷിംല അഗ്രിമെന്റ് ഒപ്പിട്ടതാണ് ഇന്ദിരാഗാന്ധിയുടെ കാലത്താണ്. ഓക്കെ, ലാഹോർ അഗ്രിമെന്റ് ഒപ്പിട്ടതാണ് വാജ്പേയിയുടെ കാലത്താണ്. ആഗ്ര അക്കോർഡ് വാജ്പേയിയുടെ കാലത്താണ്. ഓക്കെ, ഫസ്റ്റ് മീറ്റിംഗ് ഓഫ് ബ്രിക്സ് വാസ് ഹെൽഡ് ഇൻ എവിടെയാണ്? നമ്മൾ അത് നോക്കിയതാണ്. ഫസ്റ്റ് മീറ്റിംഗ് ആക്ച്വലി ബ്രിക്സിന്റെ ക്വസ്റ്റൻ എന്നും ഓർഗനൈസേഷൻസിൽ വരേണ്ട ക്വസ്റ്റൻ ആണ്, ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുള്ളൂ. ഫസ്റ്റ് മീറ്റിംഗ് ഓഫ് ബ്രിക്സ് വാസ് ഹെൽഡ് ഇൻ. ഈ ചോദ്യം ഒരു 2 വട്ടം ചോദിച്ചിട്ടുണ്ട് കേട്ടോ, പ്രീവിയസ് ഇയറിൽ രണ്ട് പ്രാവശ്യം 2 times ചോദിച്ചൊരു ക്വസ്റ്റൻ ആണിത്. എവിടെയാണ്? റഷ്യയിലാണ്. റഷ്യയിലെ എക്ടിൻബർഗ് എന്ന് പറയുന്ന, എക്ടിൻബർഗ് പ്രൊണൗൺസിയേഷൻ വേറെ ആയിരിക്കും, റഷ്യൻ ആയിരിക്കും. അപ്പൊ എക്ടിൻബർഗ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഫസ്റ്റ് മീറ്റിംഗ് ഓഫ് ബ്രിക്സ് നടക്കുന്നത്. ഓക്കെ, ഓക്കെ, അടുത്തതും ഒരു ക്രോണോളജി ആണ്. അത് നോക്കി പറയാം, അത് ഭയങ്കര സിമ്പിൾ ആണ്. അത് നിങ്ങൾ തന്നെ നോക്കി ഒന്ന് പറയുക. ആ ക്രോണോളജി, ഈ ക്രോണോളജി ഒന്ന് ഓർഡറിൽ പറയുക. ഓക്കെ, 1 2 3 4 ഓർഡറിൽ ഒന്ന് പറഞ്ഞേ. ഇതിന്റെ ഓർഡർ ഒന്ന് നോക്കി പറയൂ. ഈ പറയുന്ന ഇതിന്റെ ഓർഡർ ഭയങ്കര സിമ്പിൾ ആണ്, നിങ്ങൾ തന്നെ നോക്കി എന്ന് പറയും. അണ്ടർസ്റ്റാൻഡ് ആക്കാൻ ഒന്നുമില്ല ഇതിനകത്ത് ആക്ച്വലി. നോക്കുക, ഇഷയുടെ ഇഷ്യൂ മാറിയോ? കാണാൻ പറ്റുന്നുണ്ടോ? കാണാൻ പറ്റുന്നില്ല. ഓക്കെ, ബാക്കി എല്ലാവർക്കും കാണാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഞാൻ എന്തായാലും നോട്ട് ഇടാം. ഓക്കെ, അപ്പൊ നോട്ട് ഇടുമ്പോൾ നിങ്ങൾ നോക്കുക, ജസ്റ്റ് ഇപ്പൊ കേട്ടിരിക്കുക. അപ്പൊ ക്രോണോളജി എന്ന് പറയുന്നത് വിഷ കേട്ടോ: ചൈനാസ് ഇൻവേഷൻ ഓഫ് ഇന്ത്യ, ബംഗ്ലാദേശ് ലിബറേഷൻ വാർ, രാജീവ് ഗാന്ധി ജയവർദ്ധന അക്കോർഡ്, കാർഗിൽ വാർ. ഓക്കെ, അപ്പൊ ഈ പറയുന്ന 4 കാര്യങ്ങളുടെ ക്രോണോളജിയാണ് ചോദിക്കുന്നത്. ആരെങ്കിലും ജസ്റ്റ് ഒന്ന് റിപ്ലൈ ചെയ്യാം. 1 2 3 4. അപ്പൊ അതിന്റെ ഓർഡർ ഒന്ന് നോക്കി പറയുക. ആരും പറയുന്നില്ല, സമയം പോകുന്നു, അതുകൊണ്ട് നമുക്ക് ഞാൻ തന്നെ പറയാം. ഓക്കെ, ചൈനാസ്, ഇത് തന്നെയാണ് ഓർഡർ. ചൈനാസ് ഇൻവേഷൻ ഓഫ് ഇന്ത്യ 1962, ബംഗ്ലാദേശ് ലിബറേഷൻ വാർ 1971, രാജീവ് ജയവർദ്ധന അക്കോർഡ് എന്ന് പറയുന്നത് എനിക്കൊന്ന് 1986 87 ആണ്. ഓക്കെ, 87 ആണ്. ഓക്കെ, അത് കഴിഞ്ഞ് കാർഗിൽ വാർ 1999. ഓക്കെ, 1987. Bangladesh Liberation War was in 1961. 1971. Okay, 1971 to 1962. Okay, ഇത് ഭയങ്കര സിമ്പിൾ ആണ്. ആ ക്രോണോളജി എന്നൊക്കെ പറയുന്നത് ഭയങ്കര സിമ്പിൾ ആണ്. കാരണം കാർഗിൽ വാർ നടക്കുന്ന ടൈമിൽ രാജീവ് ഗാന്ധി ജീവനോടെ ഇല്ല. രാജീവ് ഗാന്ധി അതിനു മുന്നേ മരണപ്പെട്ടു പോയി. ഓക്കെ, കാർഗിൽ വാർ നടക്കുന്ന ടൈമിൽ രാജീവ് ഗാന്ധി ജീവനോടെ ഇല്ല. അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, രാജീവ് ഗാന്ധി 1991 മരണപ്പെട്ടതാണ്. അപ്പം പിന്നെ ചൈനാസ് ഇൻവേഷൻ ഓഫ് ഇന്ത്യ ആണ് ഫസ്റ്റ് വാർ എന്ന് നമുക്കറിയാം. അപ്പൊ അത് വെച്ച് തന്നെ നിങ്ങൾക്ക് ഒരു ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് പോലെ ഫിൽ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഫസ്റ്റ് ബ്രിക്സ് സമ്മിറ്റ് വാസ് കണ്ടക്ടഡ്, നമ്മൾ റഷ്യയിലാന്ന് പറഞ്ഞു. അത് ഏത് വർഷമായിരുന്നു? ഇറ്റ് വാസ് ഇൻ 2009. ഓക്കെ, 2009 ഫസ്റ്റ് സമ്മിറ്റ്. വിച്ച് അമംഗ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ പ്രിൻസിപ്പിൾ ഓഫ് പഞ്ചശീൽ? ഇതാണ് ഞാൻ പറഞ്ഞത്. പഞ്ചശീലിനെ കുറിച്ച് എനിക്ക് തോന്നുന്നു ഈ പറയുന്ന ഒരു ഇതിനെ കുറിച്ചും ഏകദേശം 2 times, ഒരു ഇൻറ്റു 2 രണ്ട് പ്രീവിയസ്, ഞാൻ ഒരു മൊത്തത്തിൽ ഒരു 9 ക്വസ്റ്റ്യൻ പേപ്പറിലാണ്, മൊത്തത്തിൽ ഒരു 9 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ സോർട്ട് ചെയ്ത ക്വസ്റ്റ്യൻസ് ആണിത്. അപ്പം ഇതും ഒരു 2 3 വട്ടം ചോദിച്ചിട്ടുണ്ട്. പഞ്ചശീലിലെ പല പല ഇത് തന്നിട്ട് ഇതിനകത്ത് ഏതാണ് പഞ്ചശീലിൽ പറയുന്ന 5 കാര്യങ്ങളില്ലാത്തത്? പീസ്ഫുൾ ട്രേഡ് ആണല്ലേ? പീസ്ഫുൾ ട്രേഡ് ആണ്. ഇക്വാലിറ്റി ആൻഡ് കോപ്പറേഷൻ, മ്യൂച്വൽ നോൺ അഗ്രഷൻ, പീസ്ഫുൾ കോഎക്സിസ്റ്റൻസ് എല്ലാം ഈ പറയുന്ന പഞ്ചശീലിന്റെ പോയിന്റ്സ് ആണ്. ബാൻഡുങ് കോൺഫറൻസ് വാസ് അസോസിയേറ്റഡ് വിത്ത്. ബാൻഡുങ് കോൺഫറൻസ് എന്തിനെ തുടക്കമിട്ട ഒരു കോൺഫറൻസ് ആണെന്ന് ഞാൻ പറഞ്ഞു. ബാൻഡുങ് ഇന്തോനേഷ്യയിലെ ഒരു സ്ഥലമാണെന്ന് ഞാൻ പറഞ്ഞു. നാമിന് തുടക്കമിട്ട ഒരു കോൺഫറൻസ് ആണ് ബാൻഡുങ് കോൺഫറൻസ് എന്ന് പറഞ്ഞത്. സ്മൈലിംഗ് ബുദ്ധ എന്താണ്? ഇതെങ്കിലും ആരെങ്കിലും പറയണം. സ്മൈലിംഗ് ബുദ്ധ എന്താണെന്ന് പറയും. സ്മൈലിംഗ് ബുദ്ധ ഇസ് റിലേറ്റഡ് ടു എന്തിന്റെ കോഡ് നെയിം ആയിരുന്നു സ്മൈലിംഗ് ബുദ്ധ? ഇത്രയും ഞാൻ ക്ലൂ വന്നു.
ഇന്ത്യന്റെ കോഡ് നെയിം ആയിരുന്നു സ്മൈലിംഗ് ബുദ്ധ. ദി ന്യൂക്ലിയർ ടെസ്റ്റ്, ഇന്ത്യയുടെ ആദ്യത്തെ ന്യൂക്ലിയർ ടെസ്റ്റ് ആയ 1974 പൊക്രാൻ റേഞ്ചിൽ, രാജസ്ഥാനിലെ പൊക്രാൻ റേഞ്ചിൽ വെച്ച് നടന്ന ഇന്ത്യയുടെ ഫസ്റ്റ് ന്യൂക്ലിയർ ടെസ്റ്റിന്റെ പേരാണ് സ്മൈലിംഗ് ബുദ്ധ എന്ന് പറയുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ. നേരത്തെ ഈ ഡെങ് ഷിയാങ് ബോങ്ങിന്റെ തന്നെ നമ്മൾ നേരത്തെ ഡെങ് ഷിയാങ് ബോങ്ങിന്റെ ഒരു കോട്ട് ഞാൻ കാണിച്ചിരുന്നു അല്ലേ? ചൈനാസ് മാർക്കറ്റ് ഇസ് ലൈക്ക് ബേർഡ് ഇൻ ദ കേജ് എന്ന് പറഞ്ഞു. അതായത് ഒരു കൂട്ടിലകപ്പെട്ട ഒരു പക്ഷിയെ പോലെയാണ് ചൈനയുടെ മാർക്കറ്റ് എന്ന് പറഞ്ഞ ഒരു നേതാവാണ് ഡെങ് ഷിയാങ് ബോങ്. പുള്ളിയുടെ കാലത്താണ് ചൈനയിലെ എക്കണോമിക് റിഫോംസ് വരുന്നതും അവിടുത്തെ മാർക്കറ്റ് ലിബറലൈസ് ചെയ്യുന്നതും അല്ലെങ്കിൽ മാർക്കറ്റ് തുറന്നു കൊടുക്കപ്പെടുന്നതും. നമ്മുടെ ഇവിടെ 1991 ചൈനയിൽ 1970 സ്റ്റാർട്ട് ചെയ്ത പതുക്കെ പതുക്കെ വന്നൊരു പ്രോസസ് ആയിരുന്നു. പക്ഷേ ചൈനയുടെ കുതിപ്പ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ചൈനയുടെ ആ ഒരു എക്കണോമിക് പ്രോസ്പെരിറ്റി എന്ന് പറയുന്നത് വളരെ വേഗത്തിലായിരുന്നു. ഓക്കെ, it doesn't matter whether a cat is black or white as long as it catches mice. ഡെങ് ഷിയാങ് ബോങ് എന്ന് പറഞ്ഞൊരു കോട്ടാണ്. അതായത് പൂച്ച കറുത്തതോ വെളുത്തതോ ആയിക്കോട്ടെ, അത് എലിയെ പിടിച്ചാൽ മതി. ഓക്കെ, പുള്ളി എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അത് നിങ്ങൾ ആര് വേണമെങ്കിലും വന്നോ, കച്ചവടക്കാർ വന്നോ, ബിസിനസ്സുകാർ വന്നോ, വലിയ MNCs വന്നോ, എന്റെ എക്കോണമി രക്ഷപ്പെട്ടാൽ മതി. ഓക്കെ, അന്ന് ഈ പറഞ്ഞ ചൈനീസ് എക്കോണമി കുറെ അവരുടെ തന്നെ സാമ്പത്തിക നയങ്ങൾ കാരണം വലിയ ഡിക്ലൈനിങ്ങിലായിരുന്നു, പോവർട്ടിയിലായിരുന്നു, ഭക്ഷ്യക്ഷാമമൊക്കെ നേരിടുന്ന ടൈം ആയിരുന്നു. അപ്പം അന്ന് ഡാങ് ഷിയാങ് ബോങ് പറഞ്ഞ ഒരു ഫേമസ് കോട്ടാണിത്. അതായത് ഇറ്റ് ഡസന്റ് മാറ്റർ വെദർ എ കാറ്റ് ഇസ് ബ്ലാക്ക് ഓർ വൈറ്റ് ആസ് ലോങ് ആസ് ഇറ്റ് കാച്ചസ് ദ മൈസ്. അവരുടെ നീഡ് അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾ നിറവേറിയാൽ മതി. ഈ വരുന്ന പൂച്ച അല്ലെങ്കിൽ വരുന്ന MNCs കറുത്തതാണോ വെളുത്തതാണോ അമേരിക്കൻ ആണോ ഓസ്ട്രേലിയൻ ആണോ എന്നുള്ള കാര്യങ്ങളൊന്നും ചൈനയ്ക്കും അതുപോലെ. ഇപ്പം തന്നെ നമ്മൾ ചൈന നോക്കി കഴിഞ്ഞാൽ ആപ്പിളിന്റെ അല്ലെ, അമേരിക്കയുടെ ഒരു ലോകത്തെ ആപ്പിൾ എന്ന് പറഞ്ഞ ഒരു ടൈപ്പ് സോഫ്റ്റ് പവർ ആണ് US അല്ലെ. അപ്പം അതിന്റെ ഒരു ഐക്കണാണ്, US ഒരു സ്റ്റാറ്റസിന്റെ ഐക്കണാണ് ആപ്പിൾ എന്ന് പറയുന്നത്. ആപ്പിളിന്റെ ഏറ്റവും വലിയ പ്രൊഡക്ഷൻ ഹൗസ് കിടക്കുന്ന എവിടെയാണ്? നമ്മൾ ഈ കൂടെ തന്നെ ആപ്പിളിന്റെ ഐഫോണുകൾ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ആപ്പിളിന്റെ ഏറ്റവും വലിയ പ്രൊഡക്ഷൻ ഹൗസ് ഉള്ളത് ചൈനയിലാണ്. ചൈനയിൽ വെച്ചാണ് ഈ പറയുന്ന സാധനങ്ങളെല്ലാം അസംബിൾ ചെയ്യുന്നത്. ഓക്കെ, അവിടെ നിന്നാണ് എനിക്കൊന്ന് ഇന്ത്യയിലേക്ക് പ്രൊഡക്ഷൻ ഹൗസ് കൊണ്ടുവരുന്നൊക്കെ പറയുന്നുണ്ട്. ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നത് ചൈനയിൽ നിന്നാണ്. ഓക്കെ, ബേസിക്കലി നമ്മൾ ഈ ചൈനീസ് പ്രൊഡക്റ്റ് പറഞ്ഞ് കളിയാക്കിയെങ്കിലും ചൈനയിൽ അത്രയും ഈ പറയുന്ന ഒരു IT അല്ലെങ്കിൽ ഈ പറയുന്ന ഇലക്ട്രോണിക്സിന്റെ ഒരു ക്യാപിറ്റലാണ് ലോകത്തിലെ ചൈന. അപ്പൊ ഈ പറയുന്ന ആപ്പിൾ ഫോൺ വരെ അസംബിൾ ചെയ്ത് കൊണ്ടുവരുന്നത് എവിടെ നിന്നാണ്? ചൈനയിൽ നിന്നാണ്. ഓക്കെ, അത് മനസ്സിലാക്കുക. ഓക്കെ, SCRI. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞു സ്റ്റാൻഡ് ഫോർ സപ്ലൈ ചെയിൻ റിസൈലൻസ് ഇനിഷ്യേറ്റീവ്. SCRI aims to make global supply chains more secure and less risky. So countries are not overly dependent on one sources. Reduce dependence on a single country, especially China, for supply chains. അപ്പൊ SCRI എന്ന് പറഞ്ഞാൽ ഇന്ത്യയും ജപ്പാനും ഓസ്ട്രേലിയയും കൂടെ ചെയ്യുന്ന ഒരു, അതായത് COVID-19 ശേഷം നമുക്കറിയാം സപ്ലൈ ചെയിൻ ഭയങ്കരമായിട്ട്, അതായത് ട്രേഡും കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ബാധിച്ചിരുന്നു. അപ്പം അത് കുറച്ചുകൂടെ സെക്യൂർ ആയിട്ട് റിസ്ക് ഇല്ലാതെ കൊണ്ടുപോകാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്ത ഒരു ഇനിഷ്യേറ്റീവ് ആണ് ഈ SCRI എന്ന് പറയുന്നത്. ഓക്കെ, അതിന്റെ ഫുൾ ഫോം ആണ് സപ്ലൈ ചെയിൻ റിസൈലൻസ് ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിന്റെ ഫുൾ ഫോം ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പം ഇതിന്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് ഇതിനകത്ത് ചൈനയെ കൗണ്ടർ ചെയ്യുക, അല്ലെങ്കിൽ ചൈനയ്ക്ക് ഈ പറയുന്ന ട്രേഡിന്റെ മുകളിലുള്ള ഡോമിനൻസ് കുറയ്ക്കുക എന്നുള്ളൊരു കാര്യമാണ് ഈ പറയുന്ന അല്ലെങ്കിൽ ഇൻഡോ പസഫിക് റീജിയന്റെ ട്രേഡിന്റെ ഒരു ഡോമിനൻസ് ചൈനയ്ക്ക് കുറയ്ക്കുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിനെ ബൈപ്പാസ് ചെയ്യുക എന്നതാണ് ഈ പറയുന്ന സപ്ലൈ ചെയിൻ റിസൈലൻസ് ഇനിഷ്യേറ്റീവിന്റെ ഉദ്ദേശം. ഓക്കെ, അപ്പം ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഞാനൊരു 9 ക്വസ്റ്റ്യൻസ് നോക്കിയപ്പോൾ, 9 ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയപ്പോൾ കിട്ടിയ ക്വസ്റ്റ്യൻസ്. അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ പാറ്റേൺ മനസ്സിലായിട്ടും വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എനിക്ക് തോന്നുന്നു ഈ SCRIയും ആ പറയുന്ന ഒരു കോട്ട് ഓക്കെ, അപ്പൊ കോട്ടും ആണ് എന്താണ് ഒരു ഔട്ട് ഓഫ് ദ ബോക്സ് ക്വസ്റ്റ്യൻസ് ആയിട്ട് എനിക്ക് തോന്നിയത്. ഇപ്പൊ SCRI ആണെങ്കിലും നിങ്ങളിപ്പം എന്താണ് ഈ പറയുന്ന കുറച്ച് ഒരു ജനറൽ നോളജോ അല്ലെങ്കിൽ ഈ പറയുന്ന കണ്ടംപററി ആയിട്ട് കുറച്ച് ഇൻഫർമേഷൻ ഉണ്ടെങ്കിലും SCRI നിങ്ങൾക്ക് ആൻസർ ചെയ്യുന്നതാണ്. ഈ ഡെങ് ഷിയാങ് ബോങ്ങിന്റെ കോട്ടാണ് നിങ്ങൾക്ക് ഒരു മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട്, അതിന്റെ ഐഡിയ മനസ്സിലാവാൻ ഈ പറഞ്ഞ ചൈനയുടെ ചരിത്രം അറിയാമെങ്കിൽ നമുക്കത് ഈസിലി മനസ്സിലാവും. ഓക്കെ, ഡെങ് ഷിയാങ് ബോങ് ആണ് ഈ പറയുന്ന 2 കോട്ട് ഞാൻ വേറെ കാണിച്ചിരുന്നത്, ഈ 2 കോട്ടും കൊണ്ടുവന്നത്. അതിന് കാരണം പറഞ്ഞാൽ പുള്ളിയാണ് ഈ എക്കണോമിക് റിഫോംസിന് അവിടെ തുറക്കം കൊടുത്തത്, അവിടുത്തെ മാർക്കറ്റ് തുറന്നു കൊടുക്കുന്നത് ഡെങ് ഷിയാങ് ബോങ്. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ. ഞാൻ അപ്പം അടുത്ത മോഡ്യൂൾ തുടങ്ങുകയാണ്. ഞാൻ ഈ നോട്ട് ഷെയർ ചെയ്തേക്കാം. ഓക്കെ ഓക്കെ, മോഡ് അടുത്ത ഫയൽ എടുക്കട്ടെ.
അപ്പൊ നമ്മൾ മോഡ്യൂൾ 9 സ്റ്റാർട്ട് ചെയ്യുകയാണ്. എമർജിംഗ് ഓർഡർ കോൾഡ് വാർ ഡെവലപ്മെന്റ്സ് ആൻഡ് ദ ചേഞ്ചിങ് റോൾ ഓഫ് USA ആൻഡ് ചൈന. ഓക്കെ, അതായത് കോൾഡ് വാറിന് ശേഷം ഉണ്ടായ പ്രധാനപ്പെട്ട ഡെവലപ്മെന്റ്സ്, അപ്പൊ യുഎസിന്റെയും ചൈനയുടെയും റോൾ എങ്ങനെ ചേഞ്ച് ആകുന്നു എന്നൊക്കെയാണ്. പക്ഷെ ഇതിനകത്ത് നമ്മൾ കുറച്ചുകൂടെ ഒന്ന് ഡീപ്പായിട്ട് നോക്കാൻ പോകുന്നത് കൂടുതലും ഈ പറയുന്ന US-ഉം കോൾഡ് വാർ ടൈമിലെ കാര്യങ്ങളായിരിക്കും കേട്ടോ. കുറച്ചുകൂടെ കോൾഡ് വാർ ഓറിയന്റഡ്, കാരണം നിങ്ങളുടെ ക്വസ്റ്റൻ പേപ്പർ നോക്കിയപ്പോൾ കോൾഡ് വാറിന്റെ ബേസിക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പം കോൾഡ് വാർ ആസ്പെക്ട് ചെയ്തതിൽ നമുക്ക് തുടങ്ങി, പിന്നെ ഇപ്പം US-ന്റെയും ചൈനയുടെയും റോൾ എങ്ങനെയാണ് ചേഞ്ച് ആവുന്നതെന്ന് ഓക്കെ നമുക്ക് നോക്കാം. Cold War refers to the prolonged period of geopolitical tension and ideological conflict between the United States and its allies, and the Soviet Union and its allies, the Eastern Bloc, following PDF തന്നിട്ടുണ്ടോ മോഡ്യൂൾ 9? അയ്യോ, ഇതും കാണാൻ പറ്റുന്നില്ലേ? ഇത് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടില്ല. ഞാൻ ഈ ക്ലാസ് കഴിഞ്ഞ് അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ. ഞാൻ ഈ ക്ലാസ് കഴിഞ്ഞിട്ട് ഇത് അപ്ലോഡ് ചെയ്യാം. ഓക്കെ, ഇപ്പം കാണാൻ കഴിയുന്നില്ലെങ്കിൽ ഒന്ന് കേട്ടിരിക്കാം, നമുക്ക് അടുത്ത ക്ലാസ് തൊട്ട് ശരിയാക്കാം. ഞാൻ ക്ലാസ് കയറുന്ന മോഡ്യൂൾ എന്താണ് അപ്ലോഡ് ചെയ്തിട്ട് കയറാം. കോൾഡ് വാർ refers to the prolonged period of geopolitical tension and ideological conflict. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ കോൾഡ് വാർ എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് അതിനെ കോൾഡ് വാർ എന്ന് വിളിക്കുന്നത്? അതൊരു ഫുൾ സ്കെയിൽ വാറിലേക്ക് പോയില്ല. ഒരുപാട് സ്റ്റാൻഡ് ഓഫുകളും കാരണം ഇപ്പൊ ക്യൂബൻ മിസൈൽ ക്രൈസിസ് പോലത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും, പക്ഷെ അതൊരു എന്താണ് ഒരു ഫുൾ സ്കെയിൽ വാറിലേക്കൊന്നും പോയിട്ടില്ല. ഒരു തരത്തിലുള്ള ഈ പറയുന്ന US തമ്മിൽ ഒരു തരത്തിലുള്ള കോൺഫ്ലിക്റ്റ് ഉണ്ടായിട്ടില്ല. അപ്പൊ അതുകൊണ്ടാണ് ഇതിനെ കോൾഡ് വാർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പം വെസ്റ്റേൺ ബ്ലോക്കും ഉണ്ട്, ഈസ്റ്റേൺ ബ്ലോക്കും ഉണ്ട്. അപ്പം സോവിയറ്റ് യൂണിയന്റെ അലയാണ് ഈസ്റ്റേൺ ബ്ലോക്ക്, യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ അല്ലെങ്കിൽ US-ന്റെ അലയാണ് വെസ്റ്റേൺ ബ്ലോക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ദ ടേം കോയിൻഡ് ബൈ ജോർജ് ഓർവെൽ, യു ആൻഡ് അറ്റോമിക് ബോംബ് എന്ന് പറയുന്ന പുള്ളിയുടെ, ഈ ജോർജ് ഓർവെൽ എന്ന് പറയുന്ന ഒരു ചരിത്രകാരൻ എന്ന് പറയാം അല്ലെങ്കിൽ സ്കോളർ എന്ന് പറയാം. അപ്പൊ പുള്ളിയുടെ ഒരു യു ആൻഡ് അറ്റോമിക് ബോംബ് എന്ന് പറയുന്ന ഒരു എസ്സേയിലാണ്, 1945 എസ്സേയിലാണ് ഈ പറയുന്ന എന്താണ് കോൾഡ് വാർ എന്ന് പറയുന്ന ഒരു പേര് വരുന്നത്. ഇതിന് കോൾഡ് വാർ എന്ന് പുള്ളി വിളിക്കുന്നത്. ഓക്കെ, അതാണ് പിന്നീട് ഫേമസ് ആകുന്നത്. ഇതൊരു മാപ്പാണ്, നിങ്ങൾ ഇത് ജസ്റ്റ് ഒന്ന് ചുമ്മാ നോക്കുക, രസമാണ് കാണാൻ അല്ലേ? വാട്സ്ആപ്പ് ആക്ട് ഉള്ള സൈൻ ചെയ്ത രാജ്യങ്ങളുടെ കളർ വെച്ച് നാറ്റോ സൈൻ ചെയ്ത രാജ്യങ്ങൾ ഏതൊക്കെയാണ്, ഇവരുടെ അലൈസ് ഏതായിരുന്നു, അത് കണക്ക് അൺഅലൈൻഡ് ആയിട്ടുള്ള, ഇപ്പം ഇന്ത്യയൊക്കെ കിടക്കുന്നത് ഗ്രേ ഷെയ്ഡിലാണ് കണ്ടോ, അത് അൺഅലൈൻഡ് ആയ രാജ്യമായതുകൊണ്ടാണ് ഈ ഗ്രേ ഷെയ്ഡിൽ കിടക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ മാപ്പിൽ பார்ക്കുന്നത്. ഓക്കെ, നിങ്ങൾ ജസ്റ്റ് നോക്കുക, ഇത് അപ്ലോഡ് ചെയ്യുമ്പോൾ നോക്കാം. ജസ്റ്റ് ഇത് കോൾഡ് വാറിന് തൊട്ട് മുന്നേ ഉണ്ടായ കുറച്ച് അഗ്രിമെന്റ്സ് വെച്ച് നോക്കിയിട്ട് നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് ആണ് മ്യൂണിക് അഗ്രിമെന്റ്. 1938 മ്യൂണിക് അഗ്രിമെന്റ് വരുന്നു. ആരൊക്കെ തമ്മിലാണ്? ജർമ്മനി, UK, ഫ്രാൻസ്, ഇറ്റലിയും തമ്മിലൊരു മ്യൂണിക് അഗ്രിമെന്റ് വരുന്നു. അത് കഴിഞ്ഞ് 1939 മൊളട്ടോ റിബൻട്രോപ്പ് പാക്ട്, ജർമ്മനി USSR നോൺ അഗ്രഷൻ പാക്ട്. ഓക്കെ, ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഹിറ്റ്ലർ സ്റ്റാലിൻ പാക്ട്. നോൺ അഗ്രഷൻ പാക്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അങ്ങോട്ടോ ഞങ്ങൾ ഇങ്ങോട്ടോ കയറി എന്താണ് ഓക്കെ അങ്ങോട്ടോ ഇങ്ങോട്ടോ കയറി ഒരു അഗ്രസീവ് ആയ ഒരു മെഷേഴ്സ് എന്ന് പറയുന്ന ഒരു പാക്ട് മാത്രമാണ് മൊളട്ടോ റിബൻട്രോപ്പ് പാക്ട് എന്ന് പറയുന്നത്. ഹിറ്റ്ലറും സ്റ്റാലിനും തമ്മിൽ നടന്ന ഒരു പാക്ട് ആണ്. ഇതിനെ ഹിറ്റ്ലർ സ്റ്റാലിൻ പാക്ട് എന്ന് പറയുന്നത്. ഓക്കെ, 1939 പോളണ്ട് ക്യാമ്പയിൻ ബൈ ജർമ്മനി, ബിഗിനിങ് ഓഫ് വേൾഡ് വാർ 2. നമുക്ക് പറയുന്നത് പോളണ്ടിലേക്ക് അധിനിവേശം നടത്തിയതിന്റെ ഭാഗമായിട്ടാണ് വേൾഡ് വാർ 2 സ്റ്റാർട്ട് ആകുന്നത്. ഓക്കെ, അത് 1939 1939 തന്നെ പാക്ട് ഓഫ് സ്റ്റീൽ, നോൺ ആസ് പാക്ട് ഓഫ് ഫ്രണ്ട്ഷിപ്പ് ആൻഡ് അലയൻസ് ബിറ്റ്വീൻ ജർമ്മനി ആൻഡ് ഇറ്റലി. അല്ലെ, ഈ നാമിച്ചിക്ക് കൂട്ടുമാരത്തി എന്ന് പറയുന്ന പോലെ അന്ന് ജർമ്മനിലെ ഹിറ്റ്ലറിന് കൂട്ടുകാരായിരുന്നു, ഇറ്റലിയിലെ മുസോളിനി ആയിരുന്നു. ഈ ഫാസിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഫാസിസ്റ്റ് എന്ന് പറയുന്ന ടേം ഒക്കെ കൊണ്ടുവരുന്ന ആരാണ്? ഈ പറയുന്ന ഇറ്റലിയാണ്. ഓക്കെ, അല്ലെങ്കിൽ പ്രീവിയസ് സ്ലൈഡ് ഒന്നുകൂടി കാണിക്കാമോ? പിന്നെന്താ കാണിക്കുന്നത്? മ്യൂണിക് അഗ്രിമെന്റ്, മൊളട്ടോ റിബൻട്രോപ്പ് പാക്ട്. ഇത് ജസ്റ്റ് നമുക്ക് ഇതില്ല, ഞാൻ ജസ്റ്റ് ഒരു കണ്ടിന്യൂഷന് വേണ്ടി ഈ കാര്യങ്ങൾ ജസ്റ്റ് പറഞ്ഞു തന്നുള്ളൂ. ഓക്കെ, മ്യൂണിക് അഗ്രിമെന്റ്, മൊളട്ടോ റിബൻട്രോപ്പ് പാക്ട് എന്ന് പറഞ്ഞാൽ ഹിറ്റ്ലറും സ്റ്റാലിനും തമ്മിൽ നടന്ന ഒരു പാക്ട് ആണ്. ഓക്കെ, ഓക്കെ, പോളണ്ട് ക്യാമ്പയിന്റെ കാര്യം പറഞ്ഞു. ഒന്നുമില്ല, കുറച്ച് വെള്ളം കുടിക്കട്ടെ. ഓക്കെ, ട്രൈപാർട്ടെ പാക്ട് ഓർ ബെർലിൻ പാക്ട് ബിറ്റ്വീൻ ജർമ്മനി ആൻഡ് ഇറ്റലി ആൻഡ് ജപ്പാൻ. ഓക്കെ, ഒരു ഈ പറയുന്ന ജർമ്മനിയും ഇറ്റലിയും ജപ്പാനും തമ്മിൽ
ഒരു എന്താണ് ഒരു പാക്ട് വരും 1940. 1941 ഓപ്പറേഷൻ ബർബോസ ജർമ്മനി ഇൻവേഡഡ് സോവിയറ്റ് ടെറിട്ടറി. ജർമ്മനി കാണിച്ച ഏറ്റവും വലിയ മണ്ടത്തരമാണ് ഓപ്പറേഷൻ ബർബോസ എന്ന് പറയുന്നത്. ഓക്കെ, ജർമ്മനി സോവിയറ്റ് യൂണിയനെ ആക്രമിക്കുകയാണ്. ഓക്കെ, ജർമ്മൻ ഒരു ഡിസിഷൻ എടുക്കുന്നു, ഹിറ്റ്ലർ ഡിസിഷൻ എടുക്കുന്നു, സോവിയറ്റ് യൂണിയനെ ആക്രമിക്കുകയാണ്. പക്ഷെ ജർമ്മൻ പട്ടാളത്തിന്റെ ഒടിച്ച ഒരു ഡിസിഷൻ ആയിരുന്നു ഓപ്പറേഷൻ ബർബോസ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അതിനെ തുടർന്നുണ്ടായ ഓപ്പറേഷൻ ബർബോസയ്ക്ക് ശേഷം സോവിയറ്റ് യൂണിയനിലേക്ക് കടന്നുകൂടാൻ നോക്കിയപ്പോഴത്തേക്ക് എന്ത് പറ്റി? സോവിയറ്റ് യൂണിയൻ എന്ന് പറഞ്ഞാൽ അതിശൈത്യമുള്ള ഒരു സ്ഥലമാണ് സോവിയറ്റ് യൂണിയൻ. നമുക്കറിയാം, വലിയൊരു ലാൻഡ്സ്കേപ്പ് ആണ്. 27ഓളം റിപ്പബ്ലിക്സ് ഒക്കെ ഉണ്ടായിരുന്ന ഒരു വലിയ ഒരു 21 ഒരു നമ്പർ ഉണ്ട്. അപ്പം ഒരു വലിയ റിപ്പബ്ലിക് ആണ് സോവിയറ്റ് യൂണിയൻ എന്ന് പറയുന്നത്. അപ്പം അവിടെ അതിശൈത്യമാണ്. ഈ ജർമ്മൻ പട്ടാളക്കാർക്ക് എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ അതിശൈത്യത്തിൽ ഇവരുടെ പട്ടാളക്കാർ പല ആൾക്കാരും മരണപ്പെട്ടു. അവശേഷിച്ച ആൾക്കാർ എന്ത് ചെയ്തു? സോവിയറ്റ് പട്ടാളക്കാർ കൊന്നുകളഞ്ഞു. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് ഓപ്പറേഷൻ ബർബോസ ഫെയിലിയർ ആവുന്നതും ഈ പറയുന്ന ഹിറ്റ്ലറിന്റെ സൈന്യത്തിന്റെ ഒടിയുന്നതും ഈ പറയുന്ന സോവിയറ്റ് യൂണിയനെ ആക്രമിക്കാൻ ശ്രമിച്ചതൊക്കെയാണ് ജർമ്മനിക്ക് വേൾഡ് വാർ 2 വലിയൊരു പരാജയത്തിലേക്ക് നേരിടേണ്ടി വന്നത്. ഓക്കെ, അടുത്താണ് 1941 അറ്റ്ലാന്റിക് ചാർട്ടർ. US-ഉം UK-യും തമ്മിൽ പോസ്റ്റ് വാർ ഡെമോക്രസി, അതായത് യുദ്ധത്തിന് ശേഷം എന്ത് എന്നുള്ള രീതിയിൽ വന്ന ഒരു ചാർട്ടറാണ് അറ്റ്ലാന്റിക് ചാർട്ടർ എന്ന് പറയുന്നത്. 1945 യാൾട്ട കോൺഫറൻസ്, പ്ലാനിംഗ് പോസ്റ്റ് വാർ വേൾഡ്. റൂസ്വെൽറ്റ്, ചർച്ചിൽ ആൻഡ് സ്റ്റാലിൻ മെറ്റ് ടു ഡിസ്കസ് ഇറ്റ്. ഓക്കെ, അങ്ങനെ യാൾട്ട കോൺഫറൻസ് 1945 യാൾട്ട കോൺഫറൻസ് നടക്കുന്നു. അന്നത്തെ ഈ പറഞ്ഞ അലൈഡ് ഫോഴ്സ് ആയിരുന്ന റൂസ്വെൽറ്റും ചർച്ചിലും സ്റ്റാലിനും കൂടെ ഒരു മീറ്റിങ്ങിന് പങ്കെടുക്കുന്നു, ഒരു കോൺഫറൻസിൽ കൂടുന്നു. അതായത് യുദ്ധത്തിന് ശേഷം എന്ത്. ഓക്കെ, അങ്ങനെ യാൾട്ട കോൺഫറൻസ് വരുന്നു. അത് കഴിഞ്ഞ് 1945 പോസ്റ്റ്ഡാം കോൺഫറൻസ് സ്റ്റാർട്ട്സ്. US-USSR സ്റ്റാർട്ട് ദ ഫേസ് ഓഫ് കോൾഡ് വാർ. ബേസിക്കലി പോസ്റ്റ്ഡാം കോൺഫറൻസ് പറഞ്ഞാൽ ഈ ജർമ്മനി പിടിച്ചെടുത്തല്ലോ, ജർമ്മനി ഇവരുടെ കുറച്ചു കാലം ഇവരുടെ അണ്ടറിലായിരുന്ന ടൈമില് അപ്പം ഈ ഈസ്റ്റ് ജർമ്മനിയിൽ നിന്നും വെസ്റ്റ് ജർമ്മനിയിൽ നിന്നും വന്ന് തിരിക്കപ്പെടുന്നു. അപ്പം ജർമ്മനി, ഇനിയുള്ള ജർമ്മനി എന്ത് വേണം അല്ലെങ്കിൽ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ ചർച്ചയാവുന്നു. ആ സമയത്ത് US-USSR തമ്മിലുള്ള പ്രശ്നങ്ങൾ തുടങ്ങുന്നു. ആര് ലീഡർഷിപ്പ് ഏറ്റെടുക്കും, അല്ലെങ്കിൽ ആര് ലീഡർ ആവണം, അല്ലെങ്കിൽ ആര് നേതൃത്വം വഹിക്കണം ലോകത്തിന്. കാരണം അന്ന് നമുക്കറിയാം ഈ US-USSR ആണ് ലോകത്തിലെ പ്രധാന ശക്തികൾ. അപ്പം ആർക്ക് എങ്ങനെ ശക്തിയാവണം, അല്ലെങ്കിൽ ആര് മുന്നോട്ട് വരണം, അല്ലെങ്കിൽ ആര് ഇതിന്റെ നേതാവാകണം എന്ന രീതിയിൽ ഒരു പ്രശ്നം ഉണ്ടാകുന്നു. US-USSR വിട്ടുകൊടുക്കുന്നില്ല. ബേസിക്കലി രണ്ടുപേര് രണ്ട് ഐഡിയോളജിക്കലി ഡീപ്പ് ആയിട്ടുള്ള രണ്ട് കമ്മ്യൂണിറ്റികളാണ് അല്ലെങ്കിൽ US-USSR എന്ന് പറയുന്നത്. അപ്പം അവർ തമ്മിൽ സ്വാഭാവികമായിട്ടും പ്രശ്നങ്ങൾ ഉണ്ടാകും. ഓക്കെ, അങ്ങനെയാണ് ഈ കോൾഡ് വാറിന് സ്റ്റാർട്ട് ആകുന്നത്. അടുത്താണ് കോൾഡ് വാർ ഫേസ്. 1945 UNO ഫോർമേഷൻ, അതായത് യുണൈറ്റഡ് നേഷൻ ഓർഗനൈസേഷൻ ഫോം ചെയ്യുന്നു. 1946 വിൻസ്റ്റൺ ചർച്ചിൽ നടത്തിയ പ്രശസ്തമായ അയൺ കർട്ടൻസ് പീസ് ഫുൾടോൺ സ്പീച്ച് എന്നൊക്കെ പറയുന്നു. ഓക്കെ, അയൺ കർട്ടൻ സ്പീച്ച് നിങ്ങൾ കുറച്ച് പേരും കേട്ടിട്ടുണ്ടാവും. അയൺ കർട്ടൻ സ്പീച്ച് വിൻസ്റ്റൺ ചർച്ചിൽ നടത്തുന്നു. ഇറ്റ് ഹൈലൈറ്റഡ് ദ emerging Cold War and the need for Anglo-American cooperation to counter the Soviet threat. Okay, അതായത് അയൺ കർട്ടൻ സ്പിരിറ്റ്, അയൺ കർട്ടൻ അല്ലെങ്കിൽ ഒരു ഇരുമ്പ് കൊണ്ടുള്ള കർട്ടൻ എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് അന്ന് ഈ പറയുന്ന ജർമ്മനി ഈസ്റ്റ് ജർമ്മനിയായും വെസ്റ്റ് ജർമ്മനിയുമായിട്ട് തിരിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, നിങ്ങൾക്ക് ബെർലിൻ മതിലിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. അപ്പം ഈ ഈസ്റ്റ് ജർമ്മനിയും വെസ്റ്റ് ജർമ്മനിയും തിരിക്കുന്ന പിന്നീട് അതിനെക്കുറിച്ച് നമ്മൾ പിന്നീട് പണിയുന്ന മതിലാണ് ഈ ബെർലിൻ മതിൽ എന്ന് പറയുന്നത്. ഓക്കെ, അന്ന് ഈ വിൻസ്റ്റൺ നടത്തിയ പ്രസംഗമാണ്. അതായത് സോവിയറ്റ് യൂണിയൻ ഒരു ഇരുമ്പ് കർട്ടൻ കൊണ്ട് ജർമ്മനിയെ രണ്ടാക്കി ഈസ്റ്റ് ജർമ്മനിയിൽ നിന്നും വെസ്റ്റ് ജർമ്മനിയും തിരിക്കുകയാണ്. അപ്പോൾ ഇത് മൊത്തം നമ്മുടെ അണ്ടറിൽ വരണമെങ്കിൽ ആംഗ്ലോ അമേരിക്കൻ ഒരു കോപ്പറേഷൻ ഉണ്ടാവണം, അല്ലെങ്കിൽ നമ്മൾ തമ്മിൽ ഒരു ഉത്തരം ഉണ്ടാവണം എന്നൊക്കെ പറഞ്ഞ് നടത്തിയ ഒരു പൊളിറ്റിക്കൽ സ്പീച്ച് ആണ് വിൻസ്റ്റൺ ചർച്ചിലിന്റെ ഈ പറയുന്ന അയൺ കർട്ടൻ സ്പീച്ച് എന്ന് പറയുന്നത്. ഓക്കെ, അത് കഴിഞ്ഞ് 1947 ട്രൂമാൻ ഡോക്ട്രിൻ കൺസെപ്റ്റ്. ഓക്കെ, US supports the countries that opposes communist by President Harry S. Truman, USA in 1947, which stated the United States would provide political, military and economic assistance to all democratic nations facing authoritarian threats. അങ്ങനെ പ്രസിഡന്റ് ഹാരി എസ് ട്രൂമാൻ 1947 ഒരു ഡോക്ടറിൻ കൊണ്ടുവരാണ്. ഓക്കെ, ട്രൂമാൻ ഡോക്ടറിൻ, നിക്സൺ ഡോക്ടറിൻ, റീഗൻ ഡോക്ടറിൻ. ഇതിനകത്ത് ഈ പറയുന്ന കോൾഡ് വാർ ടൈമിൽ നമ്മൾ പഠിക്കുമ്പോൾ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ പറയുന്ന ഡോക്ടറിൻസ് ആണ്. ഓക്കെ, ഡോക്ടറിൻസ് കൊണ്ടുവരികയാണ്. അതായത് കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളെ എതിർക്കുന്ന രാജ്യങ്ങളെല്ലാം തങ്ങളുടെ അലയായിട്ട് വരാം, അവർക്ക് എന്ത് വേണമെങ്കിലും സഹായം നൽകാം എന്ന് പറഞ്ഞ് ട്രൂമാൻ ഡോക്ടറിൻ വരികയാണ്. ഓക്കെ, അതായത് നിങ്ങൾക്ക് വേണ്ട, അതായത് യുദ്ധത്തിന് ശേഷം, രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോകത്തിലെ നല്ലൊരു ശതമാനം രാജ്യങ്ങളുടെയും സാമ്പത്തിക അവസ്ഥ അല്ലെങ്കിൽ അവരുടെ സാമ്പത്തിക സ്ഥിതി എന്ന് പറഞ്ഞാൽ തകർന്ന് തരിപ്പണമായിട്ടിരിക്കുകയാണ് അല്ലെ. അപ്പം ട്രൂമാൻ ഡോക്ടറിന്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമുള്ള രാഷ്ട്രങ്ങളെല്ലാം കൂടെ നിർത്തുക, കമ്മ്യൂണിസത്തിനെതിരെ ഒരു ചേരി ഉണ്ടാക്കിയെടുക്കുക,
അങ്ങനെ ഇവർക്കുള്ള ഈ അല്ലെങ്കിൽ ലോകത്തിലുള്ള ഇവരുടെ ആധിപത്യം ഊട്ടി ഉറപ്പിക്കുക എന്നതാണ് ട്രൂമാൻ ഡോക്ടറിന്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത്. ട്രൂമാൻ ഡോക്ടർ എന്ന് പറയാൻ കാരണം ഹാരി എസ് ട്രൂമാൻ, US അന്നത്തെ പ്രസിഡന്റ് ആയിരുന്ന ഹാരി എസ് ട്രൂമാൻ ആണ് ഈ പറയുന്ന ഒരു ഡോക്ടറിനെ കൊണ്ടുവരുന്നത്. അത് കഴിഞ്ഞ് 1948 ഏപ്രിൽ 3 മാർഷൽ പ്ലാൻ കൊണ്ടുവരുന്നു. മാർഷൽ പ്ലാൻ എന്ന് പറയുന്നത് ബേസിക്കലി ട്രൂമാൻ ഡോക്ടറിന്റെ ഒരു ഭാഗമായിട്ടാണ് വരുന്നത്. എക്കണോമിക് വെപ്പൺ അഗെയിൻസ്റ്റ് കമ്മ്യൂണിസം. In 1948, US foreign aid program that provided 13.3 billion in capital and materials to help Western Europe recover from the devastation of World War II and foster long-term economic stability, officially known as the European Recovery Program. The initiative proposed by Secretary of State George Marshall. Okay. അപ്പം ജോർജ് മാർഷൽ എന്ന് പറയുന്ന സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് പ്രപ്പോസ് ചെയ്യുന്ന ഒരു ഐഡിയ ആണ് ഈ മാർഷൽ പ്ലാൻ എന്ന് പറയുന്നത്. ട്രൂമാൻ ഡോക്ടറിന്റെ ഭാഗമായിട്ടൊക്കെ തന്നെയാണ് കേട്ടോ ഇത് വരുന്നത്. അതായത് ഇവർ എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്ന രാജ്യങ്ങളെ സഹായിക്കുക, എക്കണോമിക്കലി സഹായിക്കുക. അപ്പൊ ഈ പറഞ്ഞ പോലെ വെസ്റ്റേൺ യൂറോപ്പ് എന്ന് ഈസ്റ്റേൺ യൂറോപ്പ് എന്ന് പറഞ്ഞ് തിരിഞ്ഞിരുന്നു. ഓക്കെ, രണ്ട് ചേരികളായി മാറിയിരുന്നു. ഈസ്റ്റേൺ യൂറോപ്പിലെ രാജ്യങ്ങൾ സോവിയറ്റ് യൂണിയന്റെ കൂടെയും വെസ്റ്റേൺ യൂറോപ്പിലെ രാജ്യങ്ങൾ ഈ പറയുന്ന US-ന്റെയും കൂടെയായിരുന്നു. അപ്പൊ വെസ്റ്റേൺ യൂറോപ്പിലെ രാജ്യങ്ങളെ യുദ്ധത്തിന് ശേഷം തകർന്നിരുന്ന അവിടെ എക്കോണമിക്സിനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി എന്ത് ചെയ്യുന്നു, ഒരു വലിയൊരു 13.3 ബില്യൺ, ആ കാലത്താണ് നമ്മൾ ഓർക്കണം കേട്ടോ, 1948 13.3 ബില്യന്റെ ഒരു വലിയ ക്യാപിറ്റൽ ഈ പറയുന്ന യൂറോപ്യൻ രാജ്യങ്ങൾക്ക് കൊടുക്കുകയാണ്. അതിന്റെ പേരാണ് യൂറോപ്യൻ റിക്കവറി പ്രോഗ്രാം, ERP. US എന്തുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്? അവർക്ക് ഈ പറയുന്ന അവരുടെ യൂറോപ്പിലെ ജനങ്ങളുടെ കഷ്ടത കണ്ടിട്ടോ അല്ലെങ്കിൽ അവിടുത്തെ ആൾക്കാരുടെ പെടാപ്പാട് കണ്ടിട്ട് മനസ്സറിഞ്ഞിട്ടോ ഒന്നും അല്ലെങ്കിൽ നടത്തുന്നത്. ബേസിക്കലി കമ്മ്യൂണിസ്റ്റിനെതിരെ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയം കണ്ടെയ്ൻ ചെയ്യുക, കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രങ്ങൾ ഇല്ലാതാക്കി എടുക്കുക, USSRന്റെ ലോകത്തിന് മുകളിലുള്ള ഈ പറയുന്ന പവർ കുറയ്ക്കുക എന്നുള്ള ഐഡിയയിലാണ് ഈ പറയുന്ന എന്ത് വരുന്നത്, മാർഷൽ പ്ലാൻ ഒക്കെ കൊണ്ടുവരുന്നത്. അല്ലാതെ ഇത്രയും പൈസ അമേരിക്ക വെറുതെ ഒരു കാര്യത്തിനും കൊടുക്കില്ല, ഇതൊന്നും കൊടുക്കില്ല, അന്നും കൊടുക്കില്ല. ഓക്കെ, അവർക്ക് അവരുടേതായ ഇൻട്രസ്റ്റുകൾ എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. ഓക്കെ, അടുത്താണ് 1948 ബ്രസൽസ് ട്രീറ്റി, എ പാക്ട് ഫോർ എക്കണോമിക്, സോഷ്യൽ ആൻഡ് കൾച്ചറൽ കൊളാബറേഷൻ ആൻഡ് കളക്റ്റീവ് ഡിഫൻസ് ബിറ്റ്വീൻ UK, France, Belgium, the Netherlands and Luxembourg. This treaty led to the formation of Western Union. നിങ്ങൾക്ക് ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ബ്രസൽസ് ട്രീറ്റി ആണ് വെസ്റ്റേൺ യൂണിയൻ. നമ്മളിപ്പം യൂറോപ്യൻ യൂണിയൻ എന്ന് പറഞ്ഞ പോലെ വെസ്റ്റേൺ യൂണിയൻ ഉണ്ടായിരുന്നു. അപ്പൊ വെസ്റ്റേൺ യൂണിയന്റെ ഫോർമേഷന് കാരണമായത് ബ്രസൽസ് ട്രീറ്റി ആണ് 1948. ഓക്കെ, അതായത് അടുത്താണ് ബെർലിൻ ബ്ലോക്കേഡ് ആൻഡ് എയർലിഫ്റ്റ്, ഫസ്റ്റ് മേജർ കോൾഡ് വാർ ക്രൈസിസ്. അപ്പൊ കോൾഡ് വാർ ടൈമിൽ ഉണ്ടായത് പ്രധാനപ്പെട്ട ഫസ്റ്റ് ക്രൈസിസ് ആണ് ഈ ബെർലിൻ ബ്ലോക്കേഡ് എന്ന് പറയുന്നത്. ഒന്നുമില്ല, USSR എന്ത് ചെയ്യുന്നു പറഞ്ഞാല് ഈ വെസ്റ്റിനെ അങ്ങ് ബ്ലോക്ക് ചെയ്തു. ഞാൻ പറഞ്ഞു വെസ്റ്റേൺ യൂറോപ്പും ഈസ്റ്റേൺ യൂറോപ്പും അല്ലെ, വെസ്റ്റ് ജർമ്മനി ഈസ്റ്റ് ജർമ്മനി ആയിട്ട് കിടക്കുകയാണ് അല്ലെ. അപ്പൊ വെസ്റ്റേൺ യൂറോപ്പിന്റെ ഭാഗമായിട്ടാണ് വെസ്റ്റ് ജർമ്മനി ഉണ്ടാകുന്നത്. അപ്പം ഇവരെന്ത് ചെയ്യുന്നു പറഞ്ഞാൽ USSR ഈ വെസ്റ്റേൺ ജർമ്മനിക്ക് പുറത്തേക്ക് പോകാൻ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും സപ്ലൈസോ ഫുഡോ കാര്യങ്ങളോ അല്ലെങ്കിൽ ട്രേഡൊക്കെ നടത്താനുള്ള എല്ലാ റോഡും റെയിലും മാർഗങ്ങളും അങ്ങ് തടഞ്ഞു. ഓക്കെ, എല്ലാ റോഡും റെയിലും മാർഗങ്ങളും അങ്ങ് തടഞ്ഞു. അങ്ങനെ തടഞ്ഞപ്പോ കുറച്ച് നാൾ കഴിഞ്ഞപ്പോ എന്ത് പറ്റി, ബേസിക്കലി ഈ പറയുന്ന സ്വാഭാവികമായിട്ട് ഈ പറയുന്ന വെസ്റ്റ് ജർമ്മനിയിൽ ഫുഡ് സ്കാർസിറ്റി വന്നു. ഓക്കെ, ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ കിട്ടാതാകുന്നു. അപ്പം അന്ന് US എന്ത് ചെയ്യുന്ന പറഞ്ഞാല് US എയർലിഫ്റ്റ് ചെയ്യാണ്. എയർലിഫ്റ്റ് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്ന ഒന്നുമില്ല. എയർലിഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവര് ഭക്ഷ്യ ഉത്പാദനങ്ങൾ അല്ലെങ്കിൽ ഭക്ഷ്യ സാധനങ്ങൾ ഇവര് എയർ ഡ്രോപ്പ് ചെയ്യുകയാണ്. ഈ പറയുന്ന ഭക്ഷണ ഉൽപ്പന്നങ്ങൾ എയർ ഡ്രോപ്പ് ചെയ്തു. എന്താണ് ഒരു ഭക്ഷ്യ പ്രശ്നം അവിടെ ഒരു തോതിൽ പരിഹരിക്കപ്പെടുന്നു. ഓക്കെ, അന്ന് US ഒരു കാര്യം കൂടെ അവിടെ ഒരു ഊട്ടിയുറപ്പിക്കുകയായിരുന്നു. അതായത് ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന രാജ്യങ്ങളെ അല്ലെങ്കിൽ ഞങ്ങളുടെ അലയായിട്ട് നിൽക്കുന്ന രാജ്യങ്ങളെ എത്രയൊക്കെ പ്രശ്നങ്ങൾ വന്നാലും ഞങ്ങൾ കൈവിടില്ല എന്ന് പറയുന്ന ഒരു ഐഡിയയും കൂടെയാണ് അന്ന് ഈ പറയുന്ന എയർ ഡ്രോപ്പിലൂടെ കൊടുക്കുന്നത്. ഓക്കെ, അടുത്താണ് 1949 ഫസ്റ്റ് സോവിയറ്റ് അറ്റോമിക് ബോംബ് എക്സ്പ്ലോഷൻ. അതായത് സോവിയറ്റ് ഇത് പറയുന്ന ഒരു അറ്റോമിക് ബോംബ് അല്ലെങ്കിൽ ഈ പറയുന്ന US-ന്റെ കയ്യിൽ ഉണ്ടായിരുന്ന ഒരു അറ്റോമിക് ബോംബ് എന്ന് പറയുന്ന ഒരു സാങ്കേതിക വിദ്യ സോവിയറ്റ് വികസിപ്പിച്ചെടുക്കുന്നു. ഓക്കെ, 1949 ചൈനീസ് റെവല്യൂഷൻ. ഓക്കെ, ചൈനയിൽ വിപ്ലവം ഉണ്ടാകും 1949. അത് കഴിഞ്ഞ് ചൈനീസ് വിപ്ലവം ഉണ്ടാകാൻ കാരണം എന്ന് പറയാൻ അന്ന് ചൈനീസ് വിപ്ലവത്തിനെ ഒരുപാട് സഹായിച്ചിട്ടുള്ള ഒരു രാജ്യമാണ് അല്ലെങ്കിൽ ഒരു റിപ്പബ്ലിക്കാണ് സോവിയറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, കാരണം അവിടെയും ചൈനീസ് കമ്മ്യൂണിസ്റ്റ് വിപ്ലവമാണ് ഉണ്ടാകുന്നത്. ഈ പറയുന്ന സോവിയറ്റ് യൂണിയൻ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രമാണ്. പക്ഷെ പിന്നെ അതിനൊക്കെ ശേഷമാണ് കുറച്ചുകൂടെ ബന്ധം വഷളാവുന്നത് ചൈനയും സോവിയറ്റ് യൂണിയനും തമ്മിലുള്ള. അത് കഴിഞ്ഞ് 1949 നാറ്റോ ഫോം ആവുന്നു. ഓക്കെ, നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ ഫോം ആവുന്നു. നാറ്റോ, ഈ പറയുന്ന നാറ്റോ ആയിക്കോട്ടെ, സിയറ്റോ ആയിക്കോട്ടെ, സെന്റോ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലത്തെ മാർഷൽ പ്ലാൻ ആയിക്കോട്ടെ, പല പല ഡോക്ട്രിൻസ് ആയിക്കോട്ടെ, ഇതെല്ലാം വന്നത് എന്തിനു വേണ്ടിയാണ്? കമ്മ്യൂണിസം എന്ന് പറയുന്ന ഐഡിയ കണ്ടെയ്ൻ ചെയ്യാൻ വേണ്ടിയാണ്. അല്ലെങ്കിൽ കമ്മ്യൂണിസം ലോകത്തിൽ വേറെ എങ്ങോട്ട് വ്യാപിക്കരുത്, അല്ലെങ്കിൽ കമ്മ്യൂണിസം എന്ന് പറയുന്ന ആശയം കൊണ്ട് നടക്കുന്ന രാജ്യങ്ങൾ
എന്ത് പറ്റണം? ഒന്നെങ്കിൽ നശിച്ച് നാറാണക്കല്ല് എടുക്കണം, അല്ലെങ്കിൽ ആ ആശയം വെടിഞ്ഞ് ഇവരുടെ കൂടെ വരണം. ഈ ഒരു ഐഡിയയിലാണ് ഈ പറയുന്ന നമ്മൾ ഈ പഠിക്കുന്ന എല്ലാ ആശയ ഡോക്ടറിൻസ് ആയിക്കോട്ടെ ഓർഗനൈസേഷൻസ് ആയിക്കോട്ടെ വന്നേക്കുന്നത്. ഓക്കെ, കാരണം അതിന് ഒരു പ്രധാനപ്പെട്ട കാരണം എന്താണ്? ബേസിക്കലി ഈ പറയുന്ന എല്ലാ മുതലാളി രാഷ്ട്രങ്ങളാണ്. ഇവർക്കെല്ലാം പിന്നിൽ എന്താണ് വലിയൊരു ഒരു നെക്സസ് തന്നെ ഉണ്ടാവും. അപ്പൊ അവരുടെ ആവശ്യമാണ് കമ്മ്യൂണിസം എന്ന് പറയുന്ന ആശയം വ്യാപിക്കാതിരിക്കുക എന്ന് പറയുന്നത്. ഓക്കെ, അത് കഴിഞ്ഞ് 1953 കൊറിയൻ വാർ നടക്കുകയാണ്. നോർത്ത് കൊറിയയും സൗത്ത് കൊറിയയും തമ്മിൽ കൊറിയൻ വാർ നടക്കുകയാണ്. First hot conflict of Cold War, an armed conflict between North Korea, supported by China, and Soviet Union and South Korea. Okay, supported by United Nations. അന്ന് നോർത്ത് കൊറിയ സപ്പോർട്ട് ചെയ്തത് ചൈനയും സോവിയറ്റ് യൂണിയൻ ആയിരുന്നു. സൗത്ത് കൊറിയ സപ്പോർട്ട് ചെയ്തത് ആരായിരുന്നു? യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആയിരുന്നു. യുണൈറ്റഡ് നേഷൻസ് കോalition ഉണ്ടായിരുന്നു, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആയിരുന്നു. ഓക്കെ, കാരണം യുണൈറ്റഡ് നേഷൻസ് ഉണ്ടായിരുന്ന പല രാജ്യങ്ങളും അന്ന് യുണൈറ്റഡ് നേഷൻസ് നോർത്ത് കൊറിയ ഈ അധിനിവേശം നടത്തിയതിനെയൊക്കെ എതിർത്തിരുന്നു. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് US ആണ് സൗത്ത് കൊറിയ സപ്പോർട്ട് ചെയ്തത്. ഇനിഷ്യേറ്റഡ് ബൈ കമ്മ്യൂണിസ്റ്റ് നോർത്ത് കൊറിയൻ ഇൻവേഷൻ ഓഫ് സൗത്ത് ഇൻ ജൂൺ 1950. അതായത് നോർത്ത് കൊറിയ അങ്ങോട്ട് ഇൻവൈഡ് ചെയ്യുന്നു സൗത്ത് കൊറിയനെ. The war ended in a stalemate with the border near the initial 38th parallel, established the Korean demilitarized zone and solidifying the division of Korea. ഓക്കെ, അങ്ങനെ എന്തായാലും ഇപ്പൊ നമ്മൾ നേരത്തെ പഠിച്ച പോലെ തന്നെയാണ് കൊറിയൻ ഡീമിലിറ്ററൈസ് എന്ന് പറഞ്ഞ ഒരു ബോർഡർ ആണ്, ഒരു ബോർഡർ ഏരിയ ആണ്. ഓക്കെ, ആ ബോർഡർ ഏരിയയിൽ ഇവരുടെ മിലിറ്ററിക്കും കയറാൻ കഴിയില്ല, അവരുടെ മിലിറ്ററിക്കും കയറാൻ കഴിയില്ല. സൗത്ത് കൊറിയക്കും കയറാൻ പറ്റില്ല, നോർത്ത് കൊറിയക്കും കയറാൻ പറ്റില്ല. ഓക്കെ, അങ്ങനെ വന്നപ്പോ എന്ത് പറ്റി? നേരത്തെ ഉണ്ടായിരുന്ന ഈ പറയുന്ന ഡിവിഷൻ നോർത്ത് കൊറിയ സൗത്ത് കൊറിയ എന്ന് പറഞ്ഞ ഡിവിഷൻ ഒന്നും കൂടെ അവിടെ സ്ട്രോങ് ആയിട്ട് വന്നു. ഓക്കെ, വലിയ പ്രശ്നത്തോടെ വന്നു. അടുത്ത ആളാണ് ആൻസൂസ് പാക്ട്. ഓസ്ട്രേലിയ, ന്യൂസിലൻഡ്, US ഇത് മൂന്നും കൂടിയാണ് ഈ പാക്ട് വരുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ആൻസൂസ് പാക്ട് എന്ന് വിളിക്കുന്നത് കേട്ടോ. ഓസ്ട്രേലിയ, ന്യൂസിലൻഡ്, പിന്നെ US. It was established to promote peace and security in the Pacific region. പസഫിക് റീജിയനിൽ പീസ് ആൻഡ് സെക്യൂരിറ്റി ഉറപ്പുവരുത്താൻ വേണ്ടി ഓസ്ട്രേലിയ, ന്യൂസിലൻഡ്, US കൂടെ നടത്തിയ ഒരു പാക്ട് ആണ് ആൻസൂസ് പാക്ട് എന്ന് പറയുന്നത്. അടുത്താണ് വാർസോ പാക്ട്. വാർസോ പാക്ട് എന്തിനാണ് വന്നത്? വാർസോ പാക്ട് വന്നത് നാറ്റോനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടിയാണ് വാർസോ പാക്ട് വരുന്നത്. ഓക്കെ, അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്താണ് ഈ പറയുന്ന ഒരു വിഭാഗം രാജ്യങ്ങൾ അലയായിട്ട് നിൽക്കാൻ വേണ്ടി എന്ത് കൊണ്ടുവരുന്നു? നാറ്റോ ഒക്കെ കൊണ്ടുവരുന്നു ഇവരുടെ കൂടെ ഈസ്റ്റേൺ യൂറോപ്യൻ രാജ്യങ്ങൾ. അപ്പം സോവിയറ്റ് യൂണിയന്റെ കൂടെ നിൽക്കുന്ന രാജ്യങ്ങളെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരാൻ വേണ്ടി, അല്ലെങ്കിൽ ഇവർക്ക് ഈ പറയുന്ന രാജ്യങ്ങളെ വേണ്ടി ആധിപത്യം ഉറപ്പിക്കാൻ വേണ്ടിയാണ് വാർസോ പാക്ട് കൊണ്ടുവരുന്നത്. ഓക്കെ, 1955 to 75 വിയറ്റ്നാം വാർ നടക്കുന്നത്. ഓക്കെ, അങ്ങനെ വിയറ്റ്നാമില് അമേരിക്ക ഇടപെടുകയാണ്. ഓക്കെ, വിയറ്റ്നാമില് അവിടെ കമ്മ്യൂണിസ്റ്റ് ആശയം വരുന്നു. അപ്പം എന്ത് ചെയ്യുന്നു? അമേരിക്ക വിയറ്റ്നാമില് യുദ്ധത്തിന് പോവുകയാണ്, അധിനിവേശം നടത്തുകയാണ്. പക്ഷെ എന്ത് പറ്റുന്നു? അമേരിക്ക ദയനീയമായി പരാജയപ്പെട്ട ഒരു യുദ്ധമായിരുന്നു വിയറ്റ്നാം വാർ. ഓക്കെ, അവിടുത്തെ എന്താണ് അവിടുത്തെ ഈ കമ്മ്യൂണിസ്റ്റ് ആശയം നശിപ്പിക്കാൻ പോയതാണെങ്കിൽ അതൊന്നും നടന്നില്ല. അവിടെ വേറെ രീതിയിൽ തന്നെ അവിടെ ഒരു വലിയ പ്രക്ഷോഭം കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നു. അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് ആശയം ഇന്നും വിയറ്റ്നാമില് വലിയ തോതിൽ തന്നെ നിലനിൽക്കുന്നുണ്ടെന്നാണ് എൻ്റെ അറിവ്. ഓക്കെ, വിയറ്റ്നാം വാറിന്റെ കാര്യം പറയുകയാണെങ്കിൽ വിയറ്റ്നാമിൽ യുദ്ധം നടക്കുന്ന ടൈമിൽ അമേരിക്ക കൊടിയമായ മനുഷ്യത്വരഹിതമായ കാര്യങ്ങളാണ് വിയറ്റ്നാമിൽ ചെയ്തിരിക്കുന്നത്. ഏജന്റ് ഓറഞ്ച് എന്ന് കേട്ടിട്ടുണ്ട്? ഏജന്റ് ഓറഞ്ച് എന്ന് പറയുന്ന ഒരു ബയോളജിക്കൽ കെമിക്കൽ വെപ്പൺ ആണ്. അമേരിക്ക വികസിച്ചെടുത്ത ബയോളജിക്കൽ കെമിക്കൽ വെപ്പൺ ആണ്. ഈ വിയറ്റ്നാം വാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വിയറ്റ്നാമില് അമേരിക്കക്ക് വലിയ തോതിൽ ജയിക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ അവിടുത്തെ ടെറൈൻ, അല്ലെങ്കിൽ കാടുകൾ നിറഞ്ഞ അവിടുത്തെ ടെറൈനിലുള്ള ഇവരുടെ ഗറില്ല പോരാളികളെ, വിയറ്റ്നാമിന്റെ ഗറില്ല പോരാളികളെ അല്ലെങ്കിൽ അവിടുത്തെ റെബൽസിനെ അമേരിക്കക്ക് ഒരു തോതിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെയാണ് ഇവർ ഏജന്റ് ഓറഞ്ച് വികസിപ്പിക്കുന്നത്. ഏജന്റ് ഓറഞ്ച് പറഞ്ഞാൽ ഒരു കെമിക്കൽ വെപ്പണാണ്. ഇവർ ഈ കാടുകളിലൊക്കെ ഒളിച്ച് വെക്കുമ്പോൾ ഇവരെന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ഈ ഏജന്റ് ഓറഞ്ച് ഹെലികോപ്റ്ററുകൾ പോയിട്ട് ഇതിന്റെ മുകളിലേക്ക് വിതറും. ഓക്കെ, ഒരു ടൈപ്പ് കെമിക്കലാണ്, അത് വിതറും. ഇത് വിതറുമ്പോഴത്തേക്ക് എന്ത് പറ്റും? അതിനകത്ത് കിടക്കുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും തരത്തിലുള്ള അസുഖങ്ങളോ കാര്യങ്ങളോ അല്ലെങ്കിൽ പൊള്ളലോ കാര്യങ്ങളോ ഒക്കെ ഏറ്റിട്ട് ഇവര് എന്ത് പറ്റും? പുറത്തേക്ക് വിടും, അല്ലെങ്കിൽ അവിടെ വെച്ച് തന്നെ മരണപ്പെടുകയും ചെയ്യും. ഓക്കെ, അപ്പൊ ഈ ഏജന്റ് ഓറഞ്ച് പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇന്നും വിയറ്റ്നാമിൽ ജനിച്ച് വീഴുന്ന ഒരു ചെറിയ ശതമാനം കുട്ടികൾക്ക്, ഓക്കെ, ഈ ഏജന്റ് ഓറഞ്ചിന്റെ ഇരയായ ആൾക്കാരിലെ മക്കൾക്ക് ഇന്നും പലതരത്തിലുള്ള ഫിസിക്കൽ ഡിസേബിലിറ്റീസും മെന്റൽ ഡിസേബിലിറ്റീസുമാണ് ജനിച്ചു വീഴുന്നത്. ഓക്കെ, പലതരത്തിലുള്ള അസുഖങ്ങളും ക്യാൻസറും പോലുള്ള കാര്യങ്ങളും അല്ലെങ്കിൽ മെന്റലി ബുദ്ധി വളർച്ചയില്ലാത്ത പ്രശ്നങ്ങളും ഒക്കെ ആയിട്ടാണ് ഇന്ന് വിയറ്റ്നാമില് ഒരു ശതമാനം കുട്ടികൾ ജനിച്ചു വീഴുന്നത്. അത് അന്ന് അമേരിക്ക തളിച്ച 1975-55 കാലങ്ങളിൽ അമേരിക്ക തളിച്ച ഏജന്റ് ഓറഞ്ചിന്റെയും അല്ലാത്ത കെമിക്കൽ വെപ്പൺസിന്റെയും ഭാഗമായിട്ടാണ്. അതുകൊണ്ടാണ് ഒരു യുദ്ധത്തിനും കെമിക്കൽ ബയോളജിക്കൽ വെപ്പൺസ് യൂസ് ചെയ്യാൻ പാടില്ല എന്ന് യുണൈറ്റഡ് നേഷൻസിന്റെ ഒരു ചാർട്ടർ ഉള്ളത്. ഓക്കെ, അങ്ങനെ യൂസ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അത് ക്രിമിനൽ കുറ്റമാണ്. ഓക്കെ, പെട്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ ഇപ്പോഴും അമേരിക്ക ഇപ്പൊ സിറിയയിലൊക്കെ ആയിക്കോട്ടെ, അഫ്ഗാനിസ്ഥാനിലായിക്കോട്ടെ,
കെമിക്കൽ വെപ്പൺസ് വ്യാപകമായി ഉപയോഗിച്ചതിന്റെ തെളിവുകളുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, ഈ യുണൈറ്റഡ് നേഷൻസ് ഒക്കെ പറയുന്നത് ഒരു തരത്തിലൊരു കോമഡിയാണ്. ഇപ്പോഴും ഈ പറയുന്ന അമേരിക്കയുടെയും അല്ലെങ്കിൽ വെസ്റ്റേൺ രാജ്യങ്ങളുടെയും ഒരു കളിപ്പാവയായിട്ട് തന്നെയാണ് ഇപ്പോഴും ഈ പറയുന്ന എന്താണ് ഈ UN സംവിധാനങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, 1956 സോവിയറ്റ് ഇൻവേഷൻ ഓഫ് ഹംഗറി. അങ്ങനെ ഹംഗറി സോവിയറ്റ് ഇൻവേഡ് ചെയ്യാണ്, സോവിയറ്റ് യൂണിയൻ ഹംഗറി ഇൻവേഡ് ചെയ്യുന്നു. അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ ഹംഗറിയിൽ അന്ന് ഒരു കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമായ കുറച്ച് ആശയധാരകളായിരുന്നു നിലനിന്നിരുന്നത്, അല്ലെങ്കിൽ അവിടുത്തെ ഭരണാധികാരികൾ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരായിരുന്നു. അപ്പൊ അതുകൊണ്ട് സോവിയറ്റ് യൂണിയൻ അങ്ങ് ഹംഗറി ഇൻവേഡ് ചെയ്യുന്നു. ഓക്കെ, 1961 ബെർലിൻ ക്രൈസിസ്, a pivotal Cold War event in which the Soviet Union and East Germany erected the Berlin Wall on August 13, 1961. ഇതാണ് ഞാൻ പറഞ്ഞത്, ബെർലിൻ വാൾ പണി. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ബെർലിൻ വാൾ പണിയുന്നത്? ഓക്കെ, അങ്ങനെ ബെർലിൻ വാൾ പണിയാണ് 1961 ഈസ്റ്റ് ജർമ്മനിയെ വെസ്റ്റ് ജർമ്മനിയെ വിഭജിച്ചുകൊണ്ട് ബെർലിൻ വാൾ പണിയുകയാണ്. ഓക്കെ, 1962 ക്യൂബൻ മിസൈൽ ക്രൈസിസ്. ഓക്കെ, ക്ലോസ്ഡ് കോൾഡ് വാർ മൂവ്മെന്റ് ഇൻ ടു ഫുൾ സ്കെയിൽ ന്യൂക്ലിയർ കോൺഫ്ലിക്ട്. അതായത് ഈ പറയുന്ന കോൾഡ് വാർ ടൈമിൽ 1945 ടു 1991 കോൾഡ് വാർ ടൈമിൽ ഏറ്റവും ടെൻഷനും ഒരു ഫുൾ സ്കെയിൽ യുദ്ധത്തിലേക്കോ അല്ലെങ്കിൽ ഒരു ന്യൂക്ലിയർ വാറിലേക്ക് വരെ പോകാൻ സാധ്യത ഉണ്ടായിരുന്ന ഒരു സംഭവം അല്ലെങ്കിൽ ഒരു ഇൻസിഡന്റ് എന്ന് പറയുന്നത് ക്യൂബൻ മിസൈൽ ക്രൈസിസ് ആയിരുന്നു. അത് നിങ്ങൾക്ക് അറിയായിരിക്കും. ക്യൂബയിലുള്ള ഒരു അമേരിക്കയുടെ ബേസ് ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു, ഈ പറയുന്ന ന്യൂക്ലിയർ വെപ്പൺസ് വികസിപ്പിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഇത് സോവിയറ്റ് യൂണിയൻ അറിയുന്നു, അത് നിർത്തണമെന്ന് പറയുന്നു. പ്രോക്സിമിറ്റിയിലാണ് ഈ പറയുന്ന ബേസ് വരുന്നത്. അങ്ങനെ അന്നത് ജോൺ ഓഫ് കെനഡിയും സോവിയറ്റ് യൂണിയന്റെ തലവന്മാരുമായിട്ട് പ്രശ്നങ്ങളാവുന്നു, സംസാരമാവുന്നു. US കപ്പൽപട അങ്ങോട്ട് വരുന്നു, സോവിയറ്റ് യൂണിയനായിട്ട് ഒരു ഫേസ് ഓഫ് ഉണ്ടാവുന്നു. അന്ന് ലോകത്തില് ഒരു ശതമാനം ആൾക്കാർ തന്നെ വിചാരിച്ചു ഒരു ന്യൂക്ലിയർ വാർ ആണ് ഉണ്ടാവുന്നത് പോകുന്നത്. ഓക്കെ, പക്ഷെ ഒന്നും നടന്നില്ല, അവർ സംസാരിച്ചത് പരിഹരിച്ചു. ഓക്കെ, കോൾഡ് വാറിന്റെ ടൈമിൽ നടന്ന ഏറ്റവും വലിയ ഒരു ക്രൈസിസ് അല്ലെങ്കിൽ ഒരു ഇൻസിഡന്റ് ആയിരുന്നു ഈ പറയുന്ന ക്യൂബൻ മിസൈൽ ക്രൈസിസ്. 1963 പാർഷ്യൽ ന്യൂക്ലിയർ ടെസ്റ്റ് ബാൻ ട്രീറ്റി, PTBT, ഫസ്റ്റ് സ്റ്റെപ്സ് ടുവേർഡ്സ് ആംസ് കൺട്രോൾ. ഓക്കെ, PTBT ഏത് വർഷമാണ്? 1963. നമ്മൾ PTBT കുറിച്ചും NPT കുറിച്ചും CTBT കുറിച്ചൊക്കെ വിശദമായി പഠിക്കുന്നുണ്ട്. ജസ്റ്റ് ഇത് നോക്കി വെക്കുക. ഓക്കെ, പാർഷ്യൽ ടെസ്റ്റ് ബാൻ ട്രീറ്റി എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയർ ടെസ്റ്റുകൾ നടത്തുന്നതിനുള്ള ഒരു ബാൻ കൊണ്ടുവരിക, അല്ലെങ്കിൽ അതിനെ ഒരു വലിയ തോതിൽ കുറയ്ക്കുക. കാരണം ന്യൂക്ലിയർ ആയുധങ്ങൾ വികസിപ്പിക്കുക എന്ന് പറയുന്നത് ലോകത്തിന് മൊത്തം തന്നെ ത്രെറ്റ് ആണ്. അതേ കണക്ക് തന്നെ അതിന് പാരിസ്ഥിതികമായ പ്രശ്നങ്ങളുണ്ട്. അപ്പം അതിനെയൊക്കെ കൺട്രോൾ ചെയ്യാൻ ഉദ്ദേശിച്ചാണ് ഈ പറയുന്ന PTBT വരുന്നത്. അടുത്തതാണ് സോൾട്ട് വൺ എന്ന് പറഞ്ഞാൽ 1972 വരുന്നതാണ് സോൾട്ട് വൺ. സ്ട്രാറ്റജിക് ആംസ് ലിമിറ്റേഷൻ ടോക്സ് എന്നാണ് ഇതിനെ പറയുക. ഓക്കെ, ടോക്സ് ആണ്, ട്രീറ്റ് ചെയ്ത ടോക്സ് ആണ്. അതായത് USAR തമ്മിൽ നടന്ന ടോക്കുകളാണ് സ്ട്രാറ്റജിക് ആംസ് ലിമിറ്റേഷൻ ടോക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഇവരുടെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഇവരുടെ ന്യൂക്ലിയർ വെപ്പൺസ് ഒക്കെ ആണെങ്കിലും ബാക്കിയുള്ള മിസൈൽസ് ഒക്കെ ആണെങ്കിലും ഒരു പരിധിക്ക് മുകളിൽ, കാരണം നമുക്കറിയാം ആംസ് റേസ് ആയിരുന്നു നടന്നുകൊണ്ടിരുന്നത് കോൾഡ് വാറിൽ, അല്ലെ? ഇവരായുധങ്ങൾ ഉണ്ടാക്കുന്നു, അവരായുധങ്ങൾ ഉണ്ടാക്കുന്നു, ഇവരായുധങ്ങൾ ശേഖരിക്കുന്നു, ഇവരായുധങ്ങൾ മറ്റു രാജ്യങ്ങൾ കൊടുക്കുന്നു, അവർ മറ്റു രാജ്യങ്ങൾ കൊടുക്കുന്നു. ഒരു ആംസ് റേസ് ആയിരുന്നു. അപ്പൊ അതിനൊരു അറുതി വരുത്തണം, അതിനൊരു കൂച്ചുകലം കിട്ടണം എന്നുള്ള ഐഡിയയിലാണ് ഈ പറയുന്ന സ്ട്രാറ്റജിക് ആംസ് ലിമിറ്റേഷൻ ടോക്സ് ഒക്കെ വരുന്നത്. പക്ഷെ അതിനൊന്നും വലിയ ഔട്ട്പുട്ട് റിസൾട്ട് ഒന്നും ഉണ്ടായിട്ടില്ല സത്യം പറയുകയാണെങ്കിൽ. ഓക്കെ, 1972 റിച്ചാർഡ് നിക്സൺ വിസിറ്റ്സ് ടു ചൈന ഫസ്റ്റ് ടൈം. എ സിറ്റിംഗ് US പ്രസിഡന്റ് വിസിറ്റഡ് മെയിൻലാൻഡ് ചൈന. അങ്ങനെ 1972 റിച്ചാർഡ് നിക്സൺ എന്ത് ചെയ്യുന്നു, ചൈന വിസിറ്റ് ചെയ്യാണ്. ഒരു US പ്രസിഡന്റ് ആദ്യമായിട്ടാണ് ചൈന വിസിറ്റ് ചെയ്യുന്നത്. അയാളുടെ പേരാണ് റിച്ചാർഡ് നിക്സൺ. ഓക്കെ, 1973 ഓയിൽ ക്രൈസിസ് വരുന്നു, ട്രിഗർഡ് ബൈ ദ യോം കിപ്പൂർ വാർ. യോം കിപ്പൂർ വാർ എന്ന് പറഞ്ഞാല് അന്ന് ഇസ്രയേൽ അറിയാലേ, ഇന്നും ഇസ്രയേൽ ഉള്ള പ്രശ്നമാണ്. ഇസ്രയേലും ജൂത നാടാണ് ഇസ്രയേൽ എന്ന് പറയുന്നത്. അപ്പൊ ഇസ്രയേലും ഈജിപ്തും സിറിയയും ഒരുമിച്ച് ഇസ്രയേലിനെ ആക്രമിച്ച ഒരു സംഭവമാണ് ഈ യോം കിപ്പൂർ വാർ എന്ന് പറയുന്നത്. നിങ്ങൾ 6 ഡേ വാറിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. 6 ഡേ വാർ എന്ന് പറഞ്ഞാൽ പാലസ്തീനും ഈ പറയുന്ന ഇസ്രയേലൊക്കെ തമ്മിൽ നടന്ന ഒരു പഴയ യുദ്ധമാണ്. ഓക്കെ, ഫസ്റ്റ് യുദ്ധം അതാണ്. 6 ഡേ വാറിൽ നിന്നാണ് ഇന്ന് നമ്മൾ കാണുന്ന ഇസ്രായേൽ പാലസ്തീൻ യുദ്ധത്തിലേക്ക് വരെ ഇപ്പം നടക്കുന്ന കോൺഫ്ലിക്റ്റിലേക്ക് വന്ന് എത്തി നിൽക്കുന്നത്. അപ്പൊ യോം കിപ്പർ എന്ന് പറഞ്ഞാൽ ജൂതന്മാരുടെ ഒരു പ്രത്യേക ദിവസമാണ് യോം കിപ്പർ എന്ന് പറയുന്നത്. അപ്പൊ അന്ന് പല ഇസ്രായേലിലെ സൈനികരെ അവധി എടുത്ത് വീട്ടിൽ ആഘോഷിക്കുകയായിരുന്നു. അന്ന് തന്നെ കയറി ഈജിപ്തും സിറിയയും കൂടെ അറ്റാക്ക് ചെയ്തു. അതുകൊണ്ട് തന്നെ ഇസ്രായേലിന് കനത്ത നാശനഷ്ടമാണ് അന്ന് ഇതിനകത്ത് ഉണ്ടാവുന്നത്. അപ്പം ഒപെക് എന്ന് പറഞ്ഞാൽ ഓർഗനൈസേഷൻ ഓഫ് അറബ് പെട്രോളിയം എക്സ്പോർട്ടിംഗ് കൺട്രീസ്, അറബ് രാഷ്ട്രങ്ങളിലുള്ള അറബ് കൺട്രീസ് പെട്രോളിയം പ്രോഡക്ട്സ് എക്സ്പോർട്ട് ചെയ്യുന്ന അറബ് കൺട്രീസിന്റെ ഒരു ഓർഗനൈസേഷൻ ആണ് ഒപെക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ദേ ഇമ്പോസ്ഡ് ആൻ ഓയിൽ എംബാർഗോ ഓൺ നേഷൻ സപ്പോർട്ടിംഗ് ഇസ്രായേൽ സച്ച് ആസ് ദ US. അപ്പൊ ഇവരെന്ത് ചെയ്തു, ഈ US ആണല്ലോ എല്ലാവർക്കും സാങ്ഷൻ കൊടുക്കുന്നത്. അപ്പൊ ഇവരെന്ത് ചെയ്തു, തിരിച്ചൊരു എംബാർഗോ അല്ലെങ്കിൽ ഒരു സാങ്ഷൻ പോലെ ഒരു സംഭവം US ഇട്ട് കൊടുത്തു. അതായത് ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ രാജ്യങ്ങൾക്കും, കാരണം അറബാണ്. ഓക്കെ,
ഇസ്ലാമാണ്, ഇവിടെ ജൂതന്മാരാണ്. ഓക്കെ, അറബുകളും ജൂതന്മാരും തമ്മിലാണ് ഈ പറയുന്ന കോൺഫ്ലിക്റ്റ് ഉണ്ടാവുന്നത്. ഇതെല്ലാം ഒരു കമ്മ്യൂണിറ്റേറിയൻ സംഭവങ്ങളാണ്. ഓക്കെ, ഒരു കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ എത്നിക് പ്രശ്നങ്ങളാണ് ഈ പറയുന്ന ഇസ്രായേലും പാലസ്തീനും ഒക്കെ നടക്കുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ അറബ് രാജ്യങ്ങളുടെ സംഘടന എന്ത് പറഞ്ഞു, ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്ത് വരുന്ന ഞങ്ങൾ എംബാർഗോ അടിച്ചു ചെയ്തു, അല്ലെങ്കിൽ സാങ്ഷൻ അടിച്ചു കൊടുക്കുന്നു. അങ്ങനെയാണ് US-നെതിരെ അല്ലെങ്കിൽ ഒരു സാങ്ഷൻ ഒപ്പേക്ക് വെക്കുന്നത്. The 1975 cooperation between a diplomatic agreement signed by 5 European countries that United States and Canada on August 1 this ഹെൽസിങ്കി അക്കോർഡ് പറഞ്ഞാൽ ഈ പറയുന്ന യൂറോപ്പിലുണ്ടായിരുന്ന ഈസ്റ്റ് യൂറോപ്പിലെയും വെസ്റ്റ് യൂറോപ്പിലെയും രാജ്യങ്ങൾ ഒരുമിച്ച് വന്ന് ഒരു അഗ്രിമെന്റ് സൈൻ ചെയ്തു. അതായത് ഇപ്പൊ കോൾഡ് വാർക്ക് വേണ്ടി നടക്കുന്ന ആംസ് റേസ് ആണെങ്കിലും ബാക്കിയുള്ള ടെൻഷനുകളാണെങ്കിലും നമുക്ക് കുറയ്ക്കാം, ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കാമെന്ന് പറഞ്ഞുകൊണ്ട് വരുന്ന ഒരു അക്കോർഡാണ് ഹെൽസിങ്കി അക്കോർഡ് എന്ന് പറയുന്നത്. 1977 ഞാൻ പറഞ്ഞ പോലെ എക്കണോമിക് റിഫോംസ് ബിഗിൻ ഇൻ ചൈന. 1970s തുടങ്ങുന്നത്, 1977 എക്കണോമിക് റിഫോംസ് തുടക്കപ്പെടുന്ന ആളുടെ പേരാണ് ഡെങ് ഷിയാംബോങ്. പുള്ളിയുടെ കോട്ടാണ് നമ്മൾ കഴിഞ്ഞ 2 കോട്ടുകൾ നോക്കിയത്. ഓക്കെ, 1978 പ്രസിഡന്റ് ജിമ്മി കാർട്ടർ ബിൽഡ് ഓൺ ദീസ് ഫൗണ്ടേഷൻ ടു പ്രൊമോട്ട് എ ബ്രേക്ക് ത്രൂ ടു പീസ് ബിറ്റ്വീൻ ഈജിപ്ത് ആൻഡ് ഇസ്രായേൽ. അങ്ങനെ 1978 ഇസ്രായേൽ ഈജിപ്ത് തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി അമേരിക്കൻ പ്രസിഡന്റായ ജിമ്മി കാർട്ടർ വരികയാണ്. അമേരിക്കയ്ക്ക് പണ്ടും ഈ മെഡീഷൻ പരിപാടി ഉണ്ട് അല്ലെ. ഇപ്പം ഈ ഇടയ്ക്ക് ഇന്നലെ പത്രം വായിച്ചത് കണ്ടോന്ന് അറിയില്ല, ഇറാന്റെ കാര്യങ്ങളിൽ എന്താണ് അവരെനിക്ക് പുരസ്കാരങ്ങളൊക്കെ അയച്ചു തന്നു, എല്ലാം പരിഹരിച്ചിട്ടുണ്ട്, പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചിട്ടുണ്ട്. പക്ഷെ ഇറാൻ പറയുന്നുണ്ട് അങ്ങനെ നടന്നിട്ടില്ല, പുള്ളിക്കാരൻ വെറുതെ പറയുന്നതാണ്. ഓക്കെ, അത് പണ്ട് തൊട്ടേ അമേരിക്കക്കുള്ള പരിപാടിയാണ് ആവശ്യമില്ല മീഡിയേഷൻ ചെയ്യുക എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തതാണ് ഇസ്ലാമിക് റെവല്യൂഷൻ. 1970 ഇസ്ലാമിക് റെവല്യൂഷൻ വരുന്നു. അതായത് ഇന്ന് ഇപ്പം ആയത്തുള്ള ഖമീനി മരിച്ചു പോയല്ലോ, അപ്പം സോറി കൊല്ലപ്പെട്ടല്ലോ. അപ്പം അന്ന് 1970 ഭരണകൂടമായിരുന്നു, അല്ലെങ്കിൽ ഒരു മൊണാർക്കി ആയിരുന്നു, ഒരു രാജഭരണമായിരുന്നു, ഷാ ഭരണകൂടമായിരുന്നു. അപ്പൊ അതിനെതിരെ റെബല്യൻ നയിച്ചത് ഈ കമനിയെ ഒക്കെ പറയുന്ന സംഘമാണ്. അങ്ങനെയാണ് കമനി ഇറാന്റെ പരമോന്നത നേതാവായിട്ട് വരുന്നത്. അങ്ങനെ ഒരു ഇസ്ലാമിക് റെവല്യൂഷൻ വരുന്നു. ഷാ ഭരണകൂടത്തിനെ എന്ത് ചെയ്യുന്നു, അവിടെ മറിച്ചിടുന്നു, തോൽപ്പിക്കുന്നു. ഈ കമനി ഒരു സുപ്രീം ലീഡർ ആയിട്ട് വരുന്നു. ഓക്കെ, അടുത്താണ് SALT II. നമ്മൾ നേരത്തെ പറഞ്ഞ സ്ട്രാറ്റജിക് ആം ലിമിറ്റേഷൻ ടോക്സിന്റെ 2ാമത്തെ ഭാഗമാണ്. പക്ഷെ ഈ SALT I അല്ല, SALT I പിന്നെയും ഒരു തരത്തിൽ എന്തെങ്കിലും ഒരു റിസൾട്ട് ഉണ്ടെന്ന് പറയാം. പക്ഷെ SALT II കാര്യമായ റിസൾട്ട് ഒന്നും ഉണ്ടാവില്ല. അത് കഴിഞ്ഞ് അടുത്ത ആണ് ഓക്കെ അവരുടെ പരമോന്നത നേതാവിനെ തട്ടിക്കളഞ്ഞ US തന്നെയാണ് ഈ ടൈമിൽ ഇറാനെ സപ്പോർട്ട് ചെയ്തത്. കാരണം അന്ന് എതിർത്തിക്കുന്ന ആരാണ്, ഇറാഖാണ്. ഇറാഖ് എന്ന ആരുടെ അണ്ടറിലാണ്, സദ്ദാം ഹുസൈൻ അണ്ടറിലാണ്. ഓക്കെ, അപ്പം ഇങ്ങനെയാണ്. അതാണ് ഞാൻ പറഞ്ഞ ഫോറിൻ പോളിസി എന്ന് പറയുന്നത് നമുക്ക് ഒരു തരത്തിൽ തമാശയുമാണ്, പക്ഷെ അതിനോട് ഇടയ്ക്ക് വിട്ടുപോകുന്നു. കേൾക്കുന്നില്ല, ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഇപ്പൊ കേൾക്കുന്നുണ്ടോ? യെസ്, ഓക്കെ. ഇപ്പൊ ഇറാൻ ഇറാഖ് വാറിന്റെ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം 1988 ഇറാൻ ഇറാഖ് വാർ നടക്കുന്നു. ഇറാൻ ഇറാഖിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ അന്ന് ഇറാൻ ഇറാഖ് വാർ നടക്കുമ്പോൾ ഇറാനെ അന്ന് US സപ്പോർട്ട് ചെയ്തിരുന്നു. ബ്രേക്ക് ആവുന്നു ഇടയ്ക്ക്. ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഇപ്പോൾ കേൾക്കുന്നുണ്ടോ? അപ്പം ഇറാനെ അന്ന് US സപ്പോർട്ട് ചെയ്തിരുന്നു. കാരണം അന്ന് ഇറാഖ് എതിർത്തിക്കുന്ന ആരാണ്, സദ്ദാം ഹുസൈനാണ്. അതാണ് ഞാൻ പറഞ്ഞ ഫോറിൻ പോളിസി എന്ന് പറയുന്നത് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. ഓക്കെ, നേതാക്കൾ മാറുന്നതനുസരിച്ച് ഫോറിൻ പോളിസിയിൽ വലിയ ഷിഫ്റ്റ് ആണ് ഉണ്ടാവുക. 98 അഗ്രസീവ് ആന്റി കമ്മ്യൂണിസ്റ്റ് പോളിസി ബൈ US. ഒരു കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമായ റീഗൻ ഡോക്ടറിൻ വരുന്നു. അത് റീഗൻ ഡോക്ടറിൻ എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഞാൻ ഡോക്ടറിൻസ് അല്ലാത്തൊരു കോളം കൊടുത്തിട്ടുണ്ട്, അത് നമുക്ക് കാര്യമായിട്ട് നോക്കാം. റീഗൻ ഡോക്ടറിൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഈ പറയുന്ന CAA ഒക്കെ ഉപയോഗിച്ച് കൂപ്പ് നടത്തിയിട്ടാണെങ്കിലും അതല്ലെങ്കിൽ പട്ടാള അട്ടിമറി നടത്തിയിട്ടാണെങ്കിലും എന്താണ് കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രങ്ങൾ, കമ്മ്യൂണിസ്റ്റ് ഐഡിയ വിളിച്ചു കൊടുക്കുന്ന രാജ്യങ്ങളെ അല്ലെങ്കിൽ അവിടുത്തെ ഭരണാധികാരികളെ ഇല്ലാതാക്കുക എന്ന് പറഞ്ഞൊരു ഡോക്ടറിനാണ് റീഗൻ ഡോക്ടറിൻ എന്ന് പറയുന്നത്. എന്തായാലേ 1983 സ്ട്രാറ്റജിക് ഡിഫൻസീവ് ഇനിഷ്യേറ്റീവ്, സ്പേസ് ബേസ്ഡ് ഡിഫൻസ് സിസ്റ്റം ടു പ്രൊട്ടക്ട് US ഫ്രം USSR. ഓക്കെ, ഒരു സ്പേസ് ബേസ്ഡ് ആയിട്ട് ഒരു ഡിഫൻസ് സിസ്റ്റം വരികയാണ് USSR നിന്ന് USA പ്രൊട്ടക്ട് ചെയ്യാനായിട്ട്. ഓക്കെ, ഗോർബച്ചേവിന്റെ റിഫോംസ് 1985 ഗോർബച്ചേവിന്റെ റിഫോംസ് USSRന്റെ ശിഥിലീകരണത്തിന് അല്ലെങ്കിൽ ഡിസിന്റിഗ്രേഷന് കാരണമായ 2 റിഫോംസ് ആണ് ഗ്ലാസ് നോസ്റ്റും പെരിസ്ട്രോയിക്കും. ഓക്കെ, ഗ്ലാസ് നോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഓപ്പൺനെസ് ആണ്. അതായത്
മാർക്കറ്റ് ഓപ്പൺ ആക്കി ഇട്ട് കൊടുക്കുക എന്നാണ് ഗ്ലാസ് നോസ്റ്റ് ഉദ്ദേശിക്കുന്നത്. അതായത് വരേണ്ടവർക്ക് വന്ന് ഇൻവെസ്റ്റ് ചെയ്യാം, കാര്യങ്ങളൊക്കെ ചെയ്യാമെന്നാണ് ഗ്ലാസ് നോസ്റ്റിന്റെ ഉദ്ദേശം. പെരിസ്ട്രോയിക്ക എന്ന് പറഞ്ഞാൽ മീഡിയയുടെ റെസ്ട്രിക്ഷൻ ഒക്കെ എടുത്ത് കളയുന്ന ഒരു ഫോം ആയിരുന്നു പെരിസ്ട്രോയിക്ക. ഇത് രണ്ട് ചെയ്തതോടെ എന്ത് പറ്റി? സോവിയറ്റ് യൂണിയന് കിട്ടാവുന്ന പണിയെല്ലാം കിട്ടി. 1991 സോവിയറ്റ് യൂണിയൻ ശിഥിലീകരിക്കപ്പെടുകയാണ്. ഓക്കെ. 1989 ഫാൾ ഓഫ് ബെർലിൻ, ബിഗിനിങ് ഓഫ് ദ എൻഡ്, USSR കൊളാപ്സ്. ഓക്കെ. 1989 എന്ത് പറ്റുന്നു? 1989 തന്നെ ബെർലിൻ വാൾ തകർക്കപ്പെടുന്നുണ്ട്. ഓക്കെ. ഈസ്റ്റ് ജർമ്മനി, വെസ്റ്റ് ജർമ്മനി എന്ന് പറയുന്ന ആ പറയുന്ന ഡിവൈഡ് ഇല്ലാതെ കഴിഞ്ഞു. 1989 കൊളാപ്സ് ആയി. പക്ഷെ ഒഫീഷ്യലി ഡിസിൻറ്റഗ്രേറ്റ് ആയപ്പോൾ, അല്ലെങ്കിൽ ഒഫീഷ്യൽ അനൗൺസ്മെന്റ് വരുന്നത് ഈ പറയുന്ന പല റിപ്പബ്ലിക്കുകൾ ഞങ്ങളെല്ലാം സ്വതന്ത്രമായി മാറുകയാണ്, പല റിപ്പബ്ലിക്കായി മാറുകയാണെന്ന് പറയുന്നത് 1991 1991 അങ്ങനെ കോൾഡ് വാർ കഴിയുന്നു. 1991 ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യപ്പെടുന്നു. ഡെസൊല്യൂഷനെക്കാട്ടി നല്ല വാക്ക് എനിക്ക് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യപ്പെടുന്നതാണ്. ഓക്കെ. ശിഥിലീകരിക്കപ്പെടുന്നു. സോവിയറ്റ് യൂണിയൻ ശിഥിലീകരിക്കപ്പെടുന്നു. പല പല കഷ്ണങ്ങളായി, പല പല റിപ്പബ്ലിക്കുകളായി സോവിയറ്റ് യൂണിയൻ ശിഥിലീകരിക്കപ്പെടുന്നു. 1991 ഗൾഫ് വാർ ഉണ്ടാവുന്നു. ഓക്കെ. ഗൾഫ് യുദ്ധം ഉണ്ടാവുന്നു. ഓയിലിന്റെ ഒക്കെ പേര് തന്നെയാണ് ഗൾഫ് യുദ്ധം ഉണ്ടാവുന്നത്. കുവൈറ്റ് ഒക്കെ ആയിരുന്നു. ഓക്കെ. വളരെ പറയും ഗൾഫ് വാറിനെ കുറിച്ച്. 1992 സിവിൽ വാർ ബ്രേക്സ് ഔട്ട് ഇൻ യൂഗോസ്ലാവിയ. 1992 യൂഗോസ്ലാവിയ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന റിപ്പബ്ലിക്കുകളായിരുന്നു. ഈ ശിഥിലീകരിക്കപ്പെട്ട റിപ്പബ്ലിക്കുകളായിരുന്നു. പല പല രാജ്യങ്ങളായി മാറിയാണ്. പല പല രാജ്യങ്ങളായി മാറിയ പല സ്ഥലങ്ങളിലും എന്ത് പറ്റുന്നുണ്ട്? എത്നിക് ആയിട്ടുള്ള പ്രശ്നങ്ങൾ യുഎസ്ആറിന് മാറിപ്പോയ രാജ്യങ്ങൾ ഉണ്ടാവുന്നു. അപ്പൊ അങ്ങനെയാണ് യൂഗോസ്ലാവിയ ഒരു സിവിൽ വാർ ബ്രോക്ക് ഔട്ട് ചെയ്യുന്നത്. 1993 യൂറോപ്യൻ യൂണിയൻ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. ഓക്കെ. ഇത് ഇമ്പോർട്ടന്റ് ആണ്. യൂറോപ്യൻ യൂണിയൻ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് USSR ഡിസിൻറ്റഗ്രേഷൻ ഒക്കെ ശേഷമാണ്. ഓക്കെ. റുവാണ്ടൻ ജനസോയിഡ്, അപ്പാർത്തൈഡ് ഇൻ സൗത്ത് ആഫ്രിക്ക, താലിബാൻ സീസ് പവർ ഇൻ അഫ്ഗാനിസ്ഥാൻ ആണ് പിന്നീട് ഇമ്പോർട്ടന്റ് ഇതിന്റെ. അങ്ങനെ എന്ത് പറ്റുന്നു? ശിഥിലീകരണത്തിന് ശേഷം അഫ്ഗാനിസ്ഥാനിൽ ഉണ്ടായിരുന്ന ഈ സംഭവം പോകുന്നു. പക്ഷെ അവിടെ ഒരു കൊണ്ടുവന്ന, അതായത് USSR കൊണ്ടുവന്ന ഒരു ഗവൺമെന്റ് ഉണ്ടായിരുന്നു. അതിനെയൊക്കെ താലിബാൻ ഈ പറഞ്ഞൊരു 5 കൊല്ലത്തിനുള്ളിൽ തന്നെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുന്നു. താലിബാൻ വീണ്ടും അഫ്ഗാനിസ്ഥാനിൽ വരുന്നു. ഏഷ്യൻ ഫൈനാൻഷ്യൽ ക്രൈസിസ്. ഓക്കെ. ഞാൻ ഈ പേജ് തൊട്ട് നാളെ എടുക്കാം. ഓക്കെ. എനിക്ക് പോകേണ്ട ആവശ്യമുണ്ട്. നമുക്ക് നാളെ ബാക്കി കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ഓക്കെ. കുറച്ചും കൂടെ ഉള്ളൂ, ഇത് അധികം പോകില്ല. നമുക്ക് നാളെ തന്നെ മാക്സിമം ഇത് ഫിനിഷ് ചെയ്യാൻ നോക്കാം. ഓക്കെ. പിന്നെ ഡോക്ട്രിൻസ് ആണ് അതിനകത്തുള്ളത്. ഡോക്ട്രിൻസ് നമ്മൾ കുറച്ച് ഡോക്ട്രിൻസ് ഓൾറെഡി നോക്കി, കുറച്ച് ഡോക്ട്രിൻസ് കൂടെ ഉള്ളൂ. ഓക്കെ. നമുക്ക് നാളെ എടുക്കാം കേട്ടോ. താങ്ക് യു. ഈ പേജ് തൊട്ട് 1994 തൊട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നാളെ ഡിസ്കസ് ചെയ്യാം. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. താങ്ക് യു. PDF ഞാൻ അപ്ലോഡ് ചെയ്യാം, ഇപ്പൊ തന്നെ അപ്ലോഡ് ചെയ്യാം. ഓക്കെ. ഓക്കെ. ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു.